ഞങ്ങൾ 3 പേരും കൂടെ കൊല്ലത്ത് പോയി അവിടെ സകലമാന് പുള്ളി പറഞ്ഞ സ്ഥലത്ത് അന്വേഷിക്കും, ഇങ്ങനെ ഒരാൾ അവിടെ ഇല്ല. ഈ മലയുടെ അപ്പുറത്താണ് നമ്മുടെ ലൂസിഫർ സിനിമ ഷൂട്ട് ചെയ്ത പള്ളി എന്ന് പറഞ്ഞാൽ. ഇത് പക്രുചേനിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അച്ഛൻ്റെ ഫ്രണ്ടുണ്ട്, ചെറുപ്പം പോലെ ഞാൻ കാണുന്നതാണ്. അപ്പോൾ അത്രയും മേലിലേക്ക് എത്തിച്ച ആ ഒരു ലിങ്ക് പിന്നെ ഓപ്പൺ ആവുന്നില്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും വൺസ് അപ്പോൺ എ മൈക്കിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിരഞ്ജൻ. അപ്പം നമ്മളൊന്നും ഒറ്റയ്ക്കല്ല, നമ്മളൊരു പുതിയ എപ്പിസോഡിലെ പുതിയ ഫസ്റ്റ് ഗസ്റ്റാണ്. അപ്പം ചേട്ടനൊരു സിനിമാറ്റോഗ്രാഫറാണ്, ഒരു ഫിലിം മേക്കറാണ്, എഡിറ്ററും കൂടെയാണ്. അപ്പം ചേട്ടൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. എൻ്റെ പേര് അഭിജിത്ത് സാഗര. ഞാനൊരു കുറച്ച് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ സിനിമറ്റ് ചെയ്തിട്ടുണ്ട്, ഡയറക്ഷൻ ചെയ്യുന്നുണ്ട്, എഡിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പരിപാടിയൊക്കെ ഇങ്ങനെ പോകുന്നത്. ചേട്ടൻ ഈ ഫിലിം ഫീൽഡിലേക്ക് എത്തിയത് അല്ലെങ്കിൽ എന്താ പറയുക, പാഷൻ്റെ പുറത്താണോ, അല്ലെങ്കിൽ എന്താ പറയുക ആക്സിഡൻ്റലായിട്ടാണോ, അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫി ചെയ്യണം അല്ലെങ്കിൽ ഒരു ഫിലിം എടുക്കണം അങ്ങനെയുള്ള ഒരു തോട്ട് പ്രോസസ്സിൻ്റെ ബേസിലാണോ, അത് ആക്സിഡൻ്റലായിട്ട് വന്ന ഒരു കാര്യമാണോ? ശരിക്കും പറഞ്ഞാൽ അത് ഒരു പ്ലസ് ടുവിൽ പഠിക്കുന്നാലേ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ ക്ലാസ്സിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ അന്ന് തൊട്ട് പറയുന്നുണ്ട്, അവരൊരു ഗ്യാങ്ങാണ്, ഞാനല്ല, അവരൊരു ഗ്യാങ്ങാണ്, നമ്മൾ വേറെ ഫ്രണ്ട്സായിട്ട്, പക്ഷേ എല്ലാവരോടും കമ്പനി ആയിരുന്നു, അങ്ങനെ ഒരു ഇതിലായിരുന്നു. അപ്പം അവർ ഇതുപോലെ കുറച്ച് പേര് ഷോർട്ട് ഫിലിംസ് എടുക്കണം എന്ന് ഭയങ്കര അതിയായ ആഗ്രഹമായിട്ട് നടന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർ ഇതിൻ്റെ കഥ പറയുമ്പോഴും ഈ ഷോട്ടൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴും ഇതെല്ലാം ഞാൻ കേൾക്കും. അപ്പം നമ്മുടെ വീട്ടിൽ ക്യാമറയുണ്ട്, പണ്ട് തൊട്ട് അച്ഛൻ ഫോട്ടോഗ്രാഫറാണ്. അങ്ങനെ അച്ഛൻ ഫോട്ടോഗ്രാഫറാണ്, പിന്നെ അമ്മയുടെ അച്ഛൻ ഫോട്ടോഗ്രാഫറായിരുന്നു. അപ്പം പരമ്പരയായിട്ട് ആ ഒരു ഇതിങ്ങനെ പോകുന്നുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. അപ്പം നമുക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് എനിക്ക് ഫോട്ടോ എടുക്കാൻ അറിയാം. ഈ 10ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കാൻ അറിയാം, വീഡിയോ എടുക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ ഇവന്മാർ പറയുന്നത് ആ ഒരു രീതിയിൽ കേൾക്കുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് ഒരു സംഭവം ചെയ്യണം. എന്നാൽ അത്ര വലിയ ആഗ്രഹമൊന്നുമില്ല, ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു ഇത്. പിന്നെ നമ്മളെല്ലാവരും സിനിമ കാണുമ്പം ഇതുപോലെ ഡയറക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെ പേരെഴുതി കാണിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ പേര് വന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ ഇവരവിടെ വരും എന്നുള്ളൊരു ഉറപ്പായിട്ടും അങ്ങനെ ഒരു ഇത് വരുമല്ലോ എല്ലാവർക്കും. അപ്പോൾ അതുപോലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്സിഡൻ്റൽ കേസാണ് സത്യം പറഞ്ഞാൽ. ഒരു പ്ലസ് 2 കഴിഞ്ഞ സമയത്ത് ഇതുപോലെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഫോട്ടോ എടുക്കാൻ പോയതാണ്. ഒരു വീടിൻ്റെ വാതിക്കൽ രസമുണ്ട്, നല്ലൊരു വാംലൈറ്റൊക്കെ ഇട്ട് ഒരു എക്സ്റ്റീരിയസ് ആണല്ലോ, ഒരു നല്ല രസമുണ്ട് കാണാൻ, കുറേ ഗ്രീനറിയൊക്കെ ആയിട്ട്, നൈറ്റാണ്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിനെ എടുത്തി ഒരു ഗിത്താറും പിടിച്ച് ഫോട്ടോ എടുപ്പിച്ച് അവളെ ഫോട്ടോ എടുത്ത് പിന്നെ ഒരു ചെറിയൊരു വീഡിയോ പോലെ ഷൂട്ട് ചെയ്ത്. അപ്പം വീഡിയോ ഷൂട്ട് ചെയ്യാൻ അറിയത്തില്ല, പക്ഷേ ക്യാമറയ്ക്കകത്ത് വീഡിയോയുടെ മോഡുള്ളതുകൊണ്ട് വെറുതെ ചുമ്മാ ഒന്ന് പാൻ ചെയ്ത് നോക്കിയതാണ് സത്യം പറഞ്ഞു. പക്ഷേ അത് ഇഷ്ടപ്പെട്ട്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ശ്രീമോൻ എന്ന് പറയും, ഞാൻ അവനും കൂടെ ആണ് ഫോട്ടോ എടുക്കാൻ പോയത്. വേറൊരു ഫ്രണ്ടാണ് അവിടെ ഇരുന്ന് ഞങ്ങൾക്ക് പോസ് ചെയ്ത് തന്നെ. അപ്പം അത് കഴിഞ്ഞപ്പം ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നമുക്കിത് ചെറിയൊരു ആഡ് പോലെ ഷൂട്ട് ചെയ്താലോ എന്നുള്ളൊരു കോൺസെപ്റ്റ് പുള്ളിയായി കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞാൽ എന്നാ ചെയ്യാം. അപ്പം കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ഇതായിരുന്നു, സിഗരറ്റ് വലിയുടെ എന്തോ ഒരു ബേസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇവൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവൻ എന്നോട് പറഞ്ഞു, എടാ നമുക്കൊരു ക്യാരക്ടറിനും കൂടെ ഇൻക്ലൂഡ് ചെയ്താലോ എന്നിങ്ങനെ ഒരു ആലോചന. ഞാൻ പറഞ്ഞാൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ക്യാരക്ടേഴ്സ് മാറി, പിന്നെ ആയി, ഒരു 3 4 ടോട്ടലിൽ 4 ക്യാരക്ടേഴ്സായി അവിടെ. അങ്ങനെയാണ് അതൊരു ഷോർട്ട് ഫിലിമിലേക്ക് മാറുന്നത്. നമ്മളൊട്ടും പ്ലാൻ ചെയ്തിട്ടല്ല അങ്ങനെ ഒരു അത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ട് പോയതല്ല. ഇതുപോലൊരു ഫോട്ടോ എടുക്കാൻ പോയ സ്റ്റോറിയാണ്. ജസ്റ്റ് ഫോട്ടോ എടുത്ത് അത് പിന്നെ ആഡായി, പിന്നെ ഷോർട്ട് ഫിലിമായി അതിൽ നിന്ന് വന്ന്. പക്ഷെ അതിൻ്റെ പേര് ഇട്ടിട്ടുണ്ടായിരുന്നു, അഡിക്ഷൻ എന്നായിരുന്നു അതിൻ്റെ പേര്. അതായത് ഒരു സിഗരറ്റ് വലിക്കെതിരായിട്ടുള്ളൊരു സംഭവമായിരുന്നു അത് സംഭവം. അത് കഴിഞ്ഞപ്പം ഇതെല്ലാം ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഈ ഔട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പം ഈ വലിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്, പക്ഷേ ഈ അഡിക്ഷനായിട്ട് ആ ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആദ്യം. അത് നമ്മൾ വിചാരിക്കുന്നേ ഇല്ല, ആദ്യമായിട്ട് ചെയ്യില്ല, ഇതൊന്നും നമ്മൾ ഓർക്കുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഔട്ട് ഇറങ്ങി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കണ്ടിട്ടുണ്ടോ ആ ഷോർട്ട് ഫിലിം? കണ്ടു നോക്കുക. അതൊന്ന് കണ്ടു നോക്കുക. അപ്പം അതാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പം അതിനകത്ത്
ഇതെല്ലാം കഴിഞ്ഞിട്ട് കണ്ട് നമുക്ക് തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പം കറക്റ്റായിട്ട് റിലേറ്റ് ആയി. നമ്മൾ പോലും അറിയാതെ ആ പേര് നമ്മൾ ചുമ്മാ ഇട്ടതാ, സത്യം പറഞ്ഞാൽ ചുമ്മാ ഇട്ട്. പിന്നെ അങ്ങനെ ഒരു സ്റ്റോറി ബിൽഡായി വന്നു. സ്റ്റോറിക്ക് പിന്നെ മാച്ചായില്ലേ? അത് അന്ന് സ്ക്രിപ്റ്റോ കാര്യങ്ങളൊന്നും നമ്മൾ എഴുതിയിട്ടുമില്ല. പ്ലാനായിരുന്നു, എല്ലാം പ്ലാനായിരുന്നു. അങ്ങനെ പിന്നെ അത് ഇമ്പ്രോവൈസ് ചെയ്ത് ലാസ്റ്റ് സെറ്റായപ്പം അത് ആ പേരുമായിട്ട് നല്ല രീതിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് ആദ്യത്തെ വന്നത്. ഇപ്പം ആദ്യം ചെയ്യുന്ന സമയത്ത് ഡയറക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡയറക്ഷനും സ്റ്റോറി ഞാനും ശ്രീമോൻ എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ടുണ്ട്, അവനും കൂടിയായിരുന്നു. അപ്പം പിന്നെ അന്ന് സിനിമറ്റോ ചെയ്തത് 2 പേരാണ്. പിന്നെ ബാക്കി ഷൂട്ട് ചെയ്യുന്ന ഒരു ഷെഡ്യൂളിലെങ്ങാണ്ടാന്ന് തോന്നുന്നു. ഷെഡ്യൂളൊന്നും പറയാൻ പറ്റില്ല. അന്ന് 2 ഫ്രണ്ട്സിനെ വെച്ചാണ് ഈ സംഭവമൊക്കെ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ബഡ്ജറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. വീട്ടിൽ ക്യാമറ ഉണ്ട്, അത് വെച്ചിട്ടാണ് ഈ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള പരിപാടി, ചെറിയ പരിപാടി, തട്ടിക്കൂട്ട് പരിപാടി. അത് അങ്ങനെ തന്നെ വേണം പറയാൻ. അങ്ങനെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി സൈക്കിളിൽ പോയി അവൻ്റെ വീട്ടിൽ പോയി പിക്ക് ചെയ്തുകൊണ്ട് വരും. നമുക്ക് ക്യാരവാനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എൻ്റെ സൈക്കിളിൽ പോയി ഞാൻ പിക്ക് ചെയ്തുകൊണ്ട് വന്ന് പോയി പിക്ക് ചെയ്തിട്ട് വന്ന് പിന്നെ ഞാൻ തന്നെ ഇവർക്ക് 2-3 സമയത്ത് ആദ്യം ഓക്കെ ആയിരുന്നു. പിന്നെ ഇവർക്ക് ഓരോ പരിപാടിയായിട്ട് ഇവർ പോയി. ഇവർക്കപ്പം ബിസിയായി. അപ്പം നമുക്കിത് ബാക്കിയും കൂടെ ഷൂട്ട് ചെയ്ത് തീർക്കുകയും വേണം, എന്നാൽ വീഡിയോ എടുക്കാൻ അറിയാവുന്ന ആരും ഇല്ല. അപ്പം ഞാൻ തന്നെ ഓർത്തന്നെ ഒരു നോക്കാം എന്ന് വിചാരിച്ച് അച്ഛൻ്റെ ഫ്രണ്ട്സിനോട് ഇതുപോലെ വീഡിയോ എടുക്കുന്നവരുണ്ട്, അവരോട് ഈ വീഡിയോയുടെ സെറ്റിങ്സും കാര്യങ്ങൾ, പിന്നെ FPS എത്ര ഇടണം, ഫ്രെയിം എങ്ങനെ വെക്കണം, ഫ്രെയിമിൻ്റെ കാര്യം ചോദിച്ചിട്ടില്ല, ബാക്കി സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഞാൻ തന്നെ ഇവരെ വിളിച്ച് ഷൂട്ടിങ് തുടങ്ങി. ഷൂട്ടിങ് ബാക്കി കണ്ടിന്യൂ ചെയ്ത് ഷോട്ടൊന്നും കുഴപ്പമില്ല, അത്യാവശ്യമൊക്കെ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അത് മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്നത്. ബാക്കി ഫുള്ള് എടുത്ത് തീർത്തത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ശ്രീജിത്ത് എന്ന് പറയും. ആ സമയമായപ്പോൾ തന്നെ എഡിറ്റ് ചെയ്യുന്ന ആളും ഈ ആദ്യം സിനിമ ചെയ്തിട്ടിരുന്നില്ലേ ആളുമായിരുന്നു. അത് 2 ചെയ്യുന്ന ഒരാളായിരുന്നു. ചെയ്യാന്ന് പറഞ്ഞാൽ പുള്ളിയും ബിസിയായി, പിന്നെ വേറെ പരിപാടിക്ക്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവനിതൊരു എഡിറ്റ് പോലും ചെയ്തിട്ടില്ല, ചെറിയ പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവനെ കൊണ്ടെടുത്ത് ഞാൻ ശ്രീജിത്ത് എന്നവർ ഇപ്പോൾ UK അവൻ ആദ്യമായിട്ട് ചെയ്തതാണ്. പിന്നെ അവനും ഉണ്ടായിരുന്നു ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവർ 2 പേരും UK അവർ 2 പേരും വില്ലേജിൽ ഇതുപോലെ മൾട്ടിമീഡിയ പഠിച്ചുകൊണ്ടിരുന്ന 2 സ്റ്റുഡൻസ് ആയിരുന്നു ആ സമയത്ത്. ഇവന്മാർക്ക് 2 ലാപ്പും ഉണ്ട്, അത്യാവശ്യം നല്ല സ്പെക്കുള്ള ലാപ്പായിരുന്നു. അപ്പം ഇന്ദ്രജിത്താണ് എന്നെ ഈ ശ്രീജിത്തിനെ പരിചയപ്പെടുത്തി തരുകയും ഞാൻ അവരുടെ വീട്ടിൽ പോയി ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു. അവൻ എന്നുള്ള ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവൻ്റെ കൂടെ ഇരുന്നിരുന്ന് എൻ്റെ ഒരു അന്ന് എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, സത്യം പറഞ്ഞാൽ. എങ്ങനെ മേക്ക് ചെയ്യണം ഒന്നും അറിയത്തില്ല, എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അപ്പം ആ ഒരു രീതിക്ക് വന്ന് ഞാൻ പറഞ്ഞടാ ഇന്ന പോലെ ചെയ്യും, അടുത്ത ക്ലിപ്പ് ഇന്നതിട്ട് അങ്ങനെ ഇട്ടിട്ട് പോയി. ഇത് കംപ്ലീറ്റായി. പിന്നെ ഇതിൻ്റെ ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തത് ആദ്യം ഞാൻ പറഞ്ഞ വ്യക്തി തന്നെയാണ്. അപ്പം പുള്ളിക്കാരൻ അപ്പോൾ പറഞ്ഞ് ഇത്രയും ഞാൻ ഓർത്തില്ല. അതായത് നമ്മളൊരു ബിഗിനറല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞ പുള്ളിയാണെങ്കിലും നേരത്തെ 2-3 ഷോട്ട് ഫിലിം ചെയ്തിട്ടുള്ള പുള്ളിയും പഠിച്ച് പുള്ളി മീഡിയ വില്ലേജിൽ തന്നെ പഠിച്ചതാണ്. അങ്ങനെ അത് കഴിഞ്ഞ സമയത്ത് അപ്പം ഓക്കെ, നമ്മുടെ ക്രൂവിൽ എല്ലാവർക്കും സംഭവം ഇഷ്ടപ്പെട്ട്. അന്ന് ക്രൂ ഒന്നും ഇല്ല, സത്യം പറഞ്ഞ കേട്ടോ. ക്രൂന്ന് ആകെ പറയും ഞാൻ ഇതിൽ അഭിനയിച്ച 1, 2 കുറച്ച് പേര്, വളരെ കുറച്ച് പേര്, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആദ്യത്തെ കഴിഞ്ഞ് രണ്ടാമത്തതായി കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഒരു നേച്ചർ ഫിലിം ഫെസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ഷോർട്ട് ഫിലിം വരുന്നത്. നമ്മുടെ ജയരാജ് സാറിൻ്റെ ഇവിടെ മാർബസിൽ സ്കൂളുണ്ട്. സാറിന് ഈ നേച്ചർ ഫിലിം ഫെസ്റ്റ് എന്ന് പറയുന്നൊരു ഇതുണ്ട്, അത് എല്ലാ വർഷവും ഷോർട്ട് ഫിലിംസ് കൊടുക്കുന്നതായിരുന്നു. അപ്പം ആ വർഷം എൻ്റെ അനിയൻ അവിടെ പഠിച്ചത് മാർബസിൽ. അപ്പം ഇവൻ അതിന് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാമെന്നുള്ളൊരു ഇത് പ്ലാനിലോട്ട് വന്നു. അപ്പം ഇതുപോലെ അമ്മേനെയും അനിയനെയും വെച്ചിട്ടാണ് അത് ചെയ്തത്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫുള്ള് സിനിമറ്റവും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ഏറ്റെടുത്ത് എഡിറ്റിങ് നമ്മൾ തന്നെ ചെയ്ത് അങ്ങനെയാണ് ആദ്യമായിട്ട് ഫുള്ളി ഒരു സിനിമറ്റോ ഫീൽഡിലോട്ട് വരുന്നത്. അന്ന് നമുക്ക് ഈ ഫ്രെയിംസിനെ പറ്റി ഒന്നും അറിയത്തില്ല. 2 വ്യക്തികളുടെ ഫ്രെയിമിലുണ്ടോ, ചിലപ്പോൾ കട്ടായിരിക്കും, തലയൊക്കെ കട്ടായിരിക്കും, പക്ഷേ പരിപാടി നടത്തി വിടും. അങ്ങനെ പിന്നെ ഇത് നേച്ചർ ഫിലിം ഫെസ്റ്റിൽ പോയി, അത് 2nd പ്രൈസ് അങ്ങനെ കണ്ടടിച്ചെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഈ കൊറോണ ടൈമിൽ PUBG എന്ന് പറയുന്ന ഒരു ഗെയിം ഭയങ്കര ഹിറ്റാവുകയും എന്നാൽ പിന്നെ പെട്ടെന്നൊരു കിട്ടിയൊരു ഐഡിയ. അന്നൊരു കസിൻ വീട്ടിലുണ്ടായിരുന്നു.
അപ്പം ഇവള് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു സബ്ജക്റ്റ് കിട്ടി, ചെറിയൊരു സാധനം കിട്ടി, അതും പബ്ജിയായിട്ട് ബേസ് ചെയ്താൽ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഈ സമയത്ത് കയറ്റി വിടുകയാണെന്നുണ്ടെങ്കിൽ പബ്ജിക്ക് നല്ല ഹൈപ്പുള്ള ടൈമാണ്, കയറി കൊടുത്തും എന്നുള്ളൊരു ഇതിൽ ചെയ്തതാണ്. അതും എക്സ്പെരിമെൻറ്റാണ്. അത് ചെയ്യുന്ന സമയത്ത് ക്യാമറയും കാര്യങ്ങളും എല്ലാം ഫ്രെയിംസ് കുറച്ചുകൂടി ഒരു ഇമ്പ്രൂവൈസ് ആയി. എക്സ്പെരിമെൻറ്റാണ്. അതിപ്പം നമ്മുടെ ബേസിൽ ജോസഫ് ആദ്യമായിട്ട് ചെയ്തൊരു ഷോർട്ട് ഫിലിം, അതിൽ കൂടി അല്ലേ കയറി വന്നത്. എല്ലാവരും ഇങ്ങനെയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ തിരയെന്ന് പറഞ്ഞ സിനിമയിൽ ഫസ്റ്റ് അസിസ്റ്റൻ്റ് എ ഡി ആയിട്ട് കയറി. ഒറ്റ പടത്തിലെ പുള്ളി എ ഡി ആയിട്ട് കയറിയിട്ടുള്ളൂ. അതിൻ്റെ അടുത്ത പടം പുള്ളി സ്വന്തമായിട്ട് ചെയ്യുക, കുഞ്ഞിരാമായണം. അങ്ങനെ കയറി വന്നത്. അപ്പം ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടില്ല, എന്നാലും എടുത്തെടുത്ത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒന്നും ആയിട്ടില്ലെന്ന് ഞാൻ ഇപ്പോഴും പറയത്തില്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും എനിക്ക് ഫോട്ടോഗ്രാഫി, ഈ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും തിയററ്റിക്കലായിട്ട് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതിൻ്റെ ഫ്രെയിംസിനെ പറ്റിയും ലൈറ്റിങ്ങിനെ പറ്റിയും എല്ലാം, കളറിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഇപ്പം ഞാൻ ആ ഒരു സിറ്റുവേഷൻ അന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് നാളായിട്ട് അതിൻ്റെ പുറകിലാണ്. ഓരോ ഫ്രെയിംസും കാര്യങ്ങളും, അതിൻ്റെ പേരെന്താണ്, പിന്നെ എങ്ങനെ ഒരു ഫ്രെയിം കമ്പോസ് ചെയ്യണം, ലൈറ്റിങ് എങ്ങനെ വേണം, എല്ലാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ചെയ്ത കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഉദ്ദേശത്തില്ല, നമുക്കന്ന് ഈ ആംഗിളിൻ്റെ പേരെന്താണെന്നൊന്നും നമുക്കറിയത്തില്ല, ഈ ഫ്രെയിമിൻ്റെ പേരെന്തൊന്നും അറിയത്തില്ല. നമ്മളൊരു ഉദ്ദേശം വെച്ച് നമ്മൾ ഫ്രെയിം വെക്കുന്നതേ ഉള്ളൂ, നമ്മുടെ ഒരു സ്കില്ല് വെച്ചിട്ട്. ഈ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് പിന്നെ ബാക്കി നമ്മുടെ കഴിയില്ല. നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് അതെങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള നമ്മുടെ ഇതില്ല, അങ്ങനെ പോയിക്കൊണ്ടിരുക. ഈ ഫോട്ടോഗ്രാഫി എങ്ങനെയാണ് ലൈഫിലേക്ക് വന്നേ? ചേട്ടൻ്റെ ലൈഫിലേക്ക് എങ്ങനെ ഇൻഫ്ലുവൻസ് ആയി? ഫോട്ടോഗ്രാഫി ലൈഫിലേക്ക് വന്നതൊരു സ്റ്റോറിയാണ്. ഒരു എത്ര പഠിക്കുമ്പോഴാണ് ഞാൻ ഒത്തിരി ചെറുതാണ്. അത് എൻ്റെ അമ്മ വീട്ടിൽ നിന്നാണ് ഞാൻ ഒരിടയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ അമ്മയുടെ അച്ഛനും അമ്മയുടെ അമ്മയും, ഞാൻ നേരത്തെ പറഞ്ഞു അമ്മയുടെ അച്ഛൻ ഫോട്ടോഗ്രാഫറാണ്, പണ്ട് മുതലേ അമ്മയുടെ അച്ഛൻ ഫോട്ടോഗ്രാഫറാണ്. അപ്പം നമ്മുടെ ഒരു 1950s ഇറങ്ങിയൊരു TLR ക്യാമറ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ട്വിൻ ലെൻസ്. ഇല്ല. ഈസിയായിട്ട് പറയണം, ഭീഷ്മ സിനിമയില്ലേ, അതിൻ്റെ അകത്ത് മറ്റേ ചാമ്പിക്കോ എന്ന് പറയുന്ന ഒരു ഐറ്റം ഇല്ലേ, അതാണ് വലിയച്ഛൻ. ഞാൻ വലിയച്ഛനാണ് വിളിക്കുന്നത്, വലിയച്ഛൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അപ്പോൾ നമുക്കറിയാമല്ലോ അന്ന് മുതലേ ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫറാണ് ആള്. സ്റ്റുഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, 2 സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്തൊരു എത്ര വയസ്സാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, വളരെ ചെറുപ്പമാണ്. എനിക്ക് തോന്നുന്നു 2ാം ക്ലാസ് ആണോ 1ാം ക്ലാസ് അല്ല, 2ാം ക്ലാസ്സോ 3ാം ക്ലാസ്സോ അങ്ങനെ ഉണ്ടാവും ഒരു അത്ര വെച്ചിട്ട്. ഞാനിപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ നേരെ എനിക്കവിടെ ഫ്രണ്ട്സ് ഒന്നുമില്ല, അമ്മയുടെ വീടിൻ്റെ അവിടെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല അന്ന്. കാരണം അമ്മയുടെ അമ്മ എവിടെയും വിടത്തില്ല, വീട്ടിൽ തന്നെ ഇരിക്കണം, വേറെ ഇങ്ങോട്ടും വിടത്തില്ല, പേടിയാണ്. അപ്പം വീട്ടിൽ നിന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ എപ്പോഴും അവിടെ കാണണം. അല്ലെങ്കിൽ ഇവരോട് ചോദിക്കും എവിടെ പോയി, എന്തിനെ വിട്ടേന്നൊക്കെ ചോദിച്ച് ഇതാക്കാം. അപ്പം രാവിലെ വലിയച്ഛൻ സ്റ്റുഡിയോയിൽ പോകും, ഒരു 10-11 ആകുമ്പോൾ വലിയച്ഛൻ സ്റ്റുഡിയോ പോകും. പിന്നെ വൈകിട്ടേ വരത്തുള്ളൂ, ഞാനും വലിയമ്മച്ചും മാത്രമേ അവിടെ ഉള്ളൂ. അപ്പം എനിക്ക് ആകെ അവിടെ ഒരു ഫ്രണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വീടുണ്ടായിരുന്നു, അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്. അപ്പം എൻ്റെ കുറച്ച് ടോയ്സ് ഉണ്ട്, അവൻ്റെ കുറച്ച് ടോയ്സ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് നമ്മുടെ വീടിൻ്റെ വാതിക്കെ കൂടുന്നത്, സംസാരിക്കുള്ളൂ. ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. അപ്പം വണ്ടി ഓടിച്ച് കളിക്കും, മറ്റേ ചെറിയ കാറൊക്കെ ഇല്ലേ, ബൈക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഓടിച്ചടിക്കും, അങ്ങനെ പരിപാടിയൊക്കെ. അപ്പം അച്ഛൻ പിന്നെ വരുമ്പം ഇതുപോലെ എന്തെങ്കിലും ടോയ്സൊക്കെ ആയിട്ട് വാങ്ങിച്ചിട്ട് വരും ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ, അങ്ങനെയായിരുന്നു. അപ്പം ആ സമയത്താണ് ഇവൻ്റെ അന്ന് റിമോട്ട് കൺട്രോൾ കാറ് പിള്ളേരൊക്കെ ഭയങ്കര ക്രൈസായിട്ട് നിൽക്കുന്ന സമയമാണ്. അന്ന് മറ്റേ വയർലെസ് അല്ല, വയറുള്ള ഇതിൻ്റെ പുറകെ നടക്കണമല്ലോ, അങ്ങനെ. അപ്പം ഇവൻ്റെ അച്ഛൻ ഇത് വാങ്ങിച്ചു കൊടുത്തു. അപ്പം നമ്മുടെ അന്നത്തെ ഒരു ഈഗോ ഉണ്ടല്ലോ, കേട്ടായി. അപ്പോൾ നമുക്ക് പറയണം അന്ന് ഇതുപോലെ വലിയച്ഛനുണ്ട്, വലിയമ്മച്ചിയുള്ളൂ. ഇവൻ ഭയങ്കര ഷോ, എന്നുവെച്ചാൽ കാർ മേടിച്ചു, ഇത് വളയും തിരിയും, ഇത്ര സ്പീഡിൽ പോകും എന്നുള്ള രീതിയിൽ ഭയങ്കര ഷോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഹേർട്ടായി. ഞാൻ വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുക, ഞാൻ ചെയ്യണം. വൈകിട്ട് വലിയച്ഛൻ വന്ന് വലിയച്ഛനോട് പറഞ്ഞു ഇതുവരെ കാറ് മേടിച്ചു തരണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. മേടിക്കാം. പുള്ളി എല്ലാത്തിനും എസ് വെക്കും. എപ്പോഴും മുഖത്തൊരു ചിരിയുണ്ട്. മരിച്ചുപോയി, ഇപ്പം ഇല്ല. അങ്ങനെ ആ സമയത്ത് എന്നോട് പറഞ്ഞ് നാളെ എന്നാ വരുമ്പം ഞാൻ നാളെ വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരണം, മറക്കല്ല് എന്ന് പറയും. ഓക്കെ, നാളത്തേക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക.
വൈകിട്ട് വരുമ്പം വില്ലേജിൻ്റെ എപ്പോഴും ഒരു ഇതുണ്ട്, കവറുണ്ട്. ഞാൻ ചെന്ന് ആദ്യം നോക്കുന്ന കവറാണ്, എപ്പോഴും അങ്ങനെയാണ്. ആ കവർ എന്തെങ്കിലും ഉണ്ട്, പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും അതിനകത്ത് ഉണ്ടെന്നൊരു പ്രതീക്ഷ നമുക്കുണ്ടല്ലോ. അപ്പം നമ്മൾ തലേദിവസം ഇന്ന കാര്യം പറയുകയും ചെയ്ത് കാണും എന്നുള്ള പ്രതീക്ഷയിലല്ലേ പോകുന്നത്. ഇല്ലായിരുന്നു, കാരണം മേടിച്ചിട്ടില്ല. വൻ സീൻ. ഞാൻ പിന്നെ മിണ്ടിയില്ല, ആരോട് മിണ്ടത്തില്ല, കൈക്ക് വിളിച്ചിട്ട് പോകുന്നില്ല, ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ആ സമയത്താണ് എൻ്റെ അടുത്ത് ഈ ക്യാമറ. എനിക്കന്ന് ക്യാമറ എന്താണെന്നോ എന്തിനുള്ളതാണെന്നോ ഒന്നും അറിയത്തില്ല. ആ സമയത്ത് ഈ ക്യാമറ കൊണ്ട് എൻ്റെ തന്നിട്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താ സംഭവം, ഇതല്ലല്ലോ ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ച ക്യാമറ ഇതല്ലെന്ന് ചോദിച്ചു, കാറല്ലേന്ന് ചോദിച്ചു. ഇതാണ് ക്യാമറ. കറക്റ്റ് ഓർമ്മയില്ല, ഞാനതൊരു എനിക്കറിയാവുന്ന ഓർത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇതാണ് ക്യാമറ, ഇതിനിങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് മൊമെൻറ്റ്സിന് ഇത് പോസ് ചെയ്യാൻ പറ്റും. പഠിപ്പിച്ചു തരുമായിരുന്നു സത്യം പറഞ്ഞാൽ. അന്നത്തെ നമ്മുടെ മൈൻഡ് സെറ്റ് വെച്ച് നമുക്കൊന്നും ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, എന്താ പറഞ്ഞു തരുന്നതെന്ന് പോലും അറിയത്തില്ല. പക്ഷെ എന്നോട് പറഞ്ഞു, എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലൊരു കാര്യമുണ്ട്, ഇത് അവൻ്റെ അച്ഛനെ മേടിക്കാൻ പറ്റത്തില്ല, ഇത് അവൻ്റെ അച്ഛനെ മേടിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ അപ്പുറം ഒന്നും ഇല്ലല്ലോ. അപ്പോൾ കൊള്ളാം, എന്നോ കുഴപ്പമില്ലെന്ന്. അപ്പം ഇതിൻ്റെ സൈഡിലൊരു നോബുണ്ട്, വൈൻഡ് ചെയ്യുന്ന ഇതുണ്ട്. അപ്പം ഇതിലിങ്ങനെ കാണിച്ചു തരിക, ഇങ്ങനെ വൈൻഡ് ചെയ്ത്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. അതിൻ്റെ ഇപ്പം സൈഡിലൊരു ക്ലിക്ക് ചെയ്യുന്ന ബട്ടണുണ്ട്. ഇങ്ങനെ വൈൻഡ് ചെയ്ത് കഴിയുമ്പം ആ ബട്ടൺ പയ്യെ നൈസായിട്ട് ഇറങ്ങി വരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഒരു ഷട്ടർ അടിക്കുന്നത്. അങ്ങനെ അതിൽ ഫോട്ടോ എടുക്കുന്നത്. അപ്പം ഇതിനകത്ത് അടച്ചു വെക്കുന്ന ഒരു ഇതുണ്ട്. അതിനകത്താണ് സ്ക്രീൻ വരുന്നത്. നമ്മൾ ഡേ ലൈറ്റിൽ അത് വിസിബിൾ ആവണമെന്നില്ല. അതുകൊണ്ടാണ് പണ്ടുള്ളവർ മേളിക്കൂടെ ഒരു ബ്ലാക്ക് ക്ലോത്ത് ഇട്ടിട്ട് അതിനകത്ത് നോക്കിയേറിയിരിക്കുന്നത്. അതാണ് അതിൻ്റെ കാര്യം. നമുക്കാണല്ലോ അറിയത്തില്ലായിരുന്നല്ലോ. അത് തന്നെ, അതാണ് സംഭവം. എൻ്റെ അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഒരു ഫോട്ടോഗ്രാഫി എന്താണ്, ആ ഒരു ലൈഫിലോട്ട് വന്ന ഒരു പാറ്റേൺ അങ്ങനെയാണ്. പിന്നെയാണ് ഒരു ലൈഫിലൊരു മൊമെൻറ്റ് വെച്ചിട്ട് മനസ്സിലായത് ഇത്രമാത്രം അതെൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ആയി എന്നുള്ളത്. അതൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. പറയണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്കപ്പ് സ്റ്റോറി പറയേണ്ടി വരും. അന്നാണ് സത്യം പറഞ്ഞാൽ മനസ്സിലായത്. അപ്പം ഒരു ഇടയ്ക്ക് വെച്ചിട്ട് ക്യാമറ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായി. പിന്നെ അപ്പോൾ ഫോൺ കിട്ടിയാലും നമ്മൾ ആദ്യം ഫോട്ടോ എടുക്കാനായിരിക്കും ഞാൻ നടക്കുന്നത്. അങ്ങനെയായി പിന്നെ ചെറുപ്പം പോലെ. പിന്നെ ക്യാമറ ഉണ്ടായിരുന്നു വീട്ടിൽ, അത് വെച്ച് അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും. അങ്ങനെയാണ് സെറ്റിങ്സും കാര്യങ്ങളും പഠിച്ച് വന്ന് ആദ്യത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞു തന്നു. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ആ രീതിക്ക് കൊണ്ടുപോകണം. പിന്നെ ആദ്യം വീട്ടിൽ ഫോട്ടോ എടുക്കാനായിട്ടൊരു ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പം മറ്റുള്ളവർ നമ്മളെ കാണുന്ന ഭയങ്കര സംഭവമായിട്ടാണ്. ക്യാമറ ഉണ്ടാവും, ഭയങ്കര സെറ്റപ്പ് ചെയ്ത. മറ്റേ നമ്മുടെ 10th പഠിക്കുന്ന സമയത്ത് ഫേസ്ബുക്കൊക്കെ കത്തി കയറി നിൽക്കുന്ന സമയമാണ് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഈ ക്യാമറയുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ക്യാമറയായിട്ട് അവർക്ക് ക്യാമറ ഇല്ലാത്തതുകൊണ്ട് റെൻറ്റിന് എടുക്കുന്ന പലരും. പിന്നെ അങ്ങനെ കുറേ പേരുണ്ട് ക്യാമറ റെൻറ്റിനെടുത്തിട്ട് ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് അതിന് പൈസ മേടിക്കുന്നവരുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. എഡിറ്റ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു. ആ കാലത്താണ് എൻ്റെ വീട്ടിൽ ഈ സാധനം ഉണ്ട്, എന്നാൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് പറ്റിക്കൂടാ. അപ്പം ഈ ക്യാമറ ഉള്ളവരും എഡിറ്റ് ചെയ്യുന്നവരൊക്കെ അന്ന് നല്ല പേരാ, റെൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല, നല്ല പേരാ. അവർ റെൻ്റ് എടുക്കേണ്ട കാര്യമില്ല. നൈസായിട്ട് ഞാൻ സ്കീം പിടിച്ച് 4 ഫോട്ടോ 200 രൂപ. ആ സ്കീം പിടിച്ച് ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്ത് കൊടുക്കും, അങ്ങനെയുള്ള പരിപാടി. അത് പിന്നെ ഒരു മറ്റേ ലോഗോ ഒക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് എഡിറ്റിങ്, ഫോട്ടോ എഡിറ്റിങ് ആദ്യമായിട്ട് അങ്ങനെ പഠിക്കുന്നത്. ആ ഒരു എന്നാൽ പഠിക്കണമല്ലോ അന്ന് ഫോട്ടോഷോപ്പ് ഉണ്ട്. അതിൽ മറ്റേ യൂട്യൂബിൽ ട്യൂട്ടോറിയലൊക്കെ നോക്കി അതൊക്കെ പഠിച്ച് അതും ഇതുപോലെ പറയുന്ന ബാക്കി നമ്മുടെ സ്കില്ലാണ്. പിന്നെ എൻ്റെ ഈ ഫ്രണ്ട് ഉണ്ടായിരുന്നു ശ്രീമോൻ എന്ന് പറയുന്നത്, ഇവനെ ഞാൻ കൂടി ഇരുന്നാണ് ഫുൾ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ എഡിറ്റിംഗ് ആയി. പിന്നെ പയ്യെ പോസ്റ്റർ ഡിസൈനിങ് ആയി. സിനിമയുടെ പോസ്റ്റർ ഇങ്ങനെ കണ്ട് അത് വെച്ച് റെഫറൻസ് എടുത്തിട്ട് പോസ്റ്റർ ഡിസൈൻ ചെയ്ത് തുടങ്ങി. അപ്പം ഞാൻ ആദ്യം ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ പോസ്റ്റർ റെഡിയാക്കാൻ നോക്കും. പണ്ടോട്ട് അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ മിസ്സായ ഒരു കാര്യമുണ്ട്. അതായത്
നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഈ ഷോർട്ട് ഫിലിം ആദ്യമായിട്ട് നിങ്ങൾ ചോദിച്ചില്ലേ എപ്പോഴാണ് ഇൻസ്പയർ ആയി എപ്പോഴാണ് തുടങ്ങിയെന്ന് ചോദിച്ചല്ലോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഷോർട്ട് ഫിലിം കഥ സെറ്റായി ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ പോസ്റ്ററൊക്കെ സെറ്റ് ചെയ്ത് ലവർ എന്നങ്ങാണ്ടായിരുന്നു അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നത്. പോസ്റ്ററൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ കുറേ ഇല്ലാത്ത കുറേ ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ അതിൽ കുറേ പേരുണ്ടെങ്കിൽ ഒരു ഗുമ്മുള്ളൂ. കോളം തയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ പേരുടെ പേരൊക്കെ അടിച്ച് പിടിച്ച് ഒരു പെണ്ണ് സെറ്റായി. മീൻസ് ഇതിൽ അഭിനയിക്കാനായിട്ടൊരു പെണ്ണ് സെറ്റായി. ആ സെറ്റായി എല്ലാം റെഡി ആയിട്ട് വന്നപ്പോൾ ആ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വിടത്തില്ല. അവിടെ ഫ്ലോപ്പ് തീർന്നു. അതൊരു ഇതുപോലെ +1 പകുതി എങ്ങാണ്ടായ സമയത്ത് എങ്ങാണ്ടോ തോന്നുന്നത് അത് തോന്നുന്നത്. ആ സമയത്ത് ഈ ഫീൽഡിൽ ഇറങ്ങിയതാണോ? ഞാൻ ആ സമയം തൊട്ട് അല്ല ആ സമയത്തൊക്കെ ചേട്ടൻ ഷൂട്ടിങ് നടക്കുമായിരുന്നല്ലേ? അതാണ് ഞാൻ പറഞ്ഞ ഒരു ഞാനൊക്കെ കറക്റ്റ് 8ാം ക്ലാസ്സിലെ ക്യാമറ എടുത്ത് ഫോട്ടോ എടുക്കാൻ തുടങ്ങുന്നത്. ആ സമയത്താണ് ഞാൻ ഈ പറഞ്ഞ ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെ ഹിറ്റായിട്ടിരിക്കുന്ന സമയമായിരുന്നു. അന്ന് ഫോട്ടോഷോപ്പും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നാണ് ഇതിലോട്ട് മാറുന്നത്. അപ്പം മറ്റേ ക്ലാസ്സിലുള്ള അപ്പം ബാക്കിയുള്ള അതിനുവേണ്ടി ഞാൻ പറയും ഇപ്പോൾ ക്യാമറ നമ്മുടെ ഉള്ളതുകൊണ്ട് തന്നെ അതിനുവേണ്ടി യൂസ് ചെയ്യാനായിട്ട് ഒത്തിരി ഫ്രണ്ട്സ് വരും. അതിപ്പം ആ ഒരു കാര്യം എന്നല്ല എല്ലാ കാര്യവും അങ്ങനെയാണ്. യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി കുറേ പേര് വരും. പിന്നെ ആദ്യം നമുക്കറിയത്തില്ല. ആദ്യം നോക്കുന്ന നമ്മുടെ കൂടെ ഇത്രയും പേരുണ്ട് എന്നുള്ളൊരു ഇതൊക്കെ നമുക്കുണ്ട്. പക്ഷെ അവരുടെ ഇൻറ്റൻഷൻ എന്നാ നമുക്ക് അന്നറിയത്തില്ല. അപ്പം ഇതുപോലെ +1 കയറിയ സമയത്ത് ഇതുപോലെ ക്ലാസ്സിൽ കുറേ കമ്പനിക്കാർ ഒരു ഗ്യാങ് പോലെ സത്യം പറഞ്ഞാൽ അവന്മാരുടെ ഇതൊന്നും ഒറ്റ ഒരു ഇൻറ്റൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സമയം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവത്തുള്ളൂ അല്ലേ. പിന്നെ അപ്പോൾ എനിക്ക് ചെറിയൊരു ക്ലൂ അടിച്ചിട്ട് പിന്നെ നൈസായിട്ട് ഇട്ട് കൊടുത്തു ഞാൻ. എന്നാൽ പിന്നെ എന്നാൽ എടുത്തില്ലയുടെ തരത്തില്ല എനിക്കൊരു പോസ്റ്റ് ഉണ്ടെന്നുള്ളത് അപ്പോൾ അവരുടെ സ്വഭാവം മാറുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ നൈസായിട്ട് ആ കമ്പനി അങ്ങ് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നമ്മളെ വേണ്ടത് നമ്മൾ സ്നേഹിക്കണ്ടല്ലോ. അങ്ങനെ ഈ സത്യം പറഞ്ഞ അഡിക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഷോർട്ട് ഫിലിമില്ലേ, ഞാൻ ആദ്യം ചെയ്യാണ്ടിരുന്നത് മറ്റേ ആ ഒരു ലവർ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അന്ന് അത് മറ്റേ RX-100 ഒക്കെ ഹിറ്റായിട്ടിരിക്കുന്ന സമയമാണ്. ഇതിൽ RX-100 ബൈക്കുണ്ട്. ഇപ്പോഴും ഹിറ്റാ സാധനം. അതിനെപ്പോഴും എൻ്റെ വാല്യൂ ഉണ്ടല്ലോ. അതിൻ്റെ ഒരു വേറെ RX-100 കയ്യില് അല്ല എൻ്റെ ആണല്ലോ പറഞ്ഞത്. അത് അന്ന് എൻ്റെ ഒരു കസിൻ ചേട്ടന് RX-100 ഉണ്ട്. അപ്പോൾ നമുക്ക് അത് വെച്ച് രീതിയിൽ RX-ന്റെ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഒരു എപ്പിക് സൗണ്ട്, അതൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അതൊരു ആ സമയത്ത് അതെന്തോ നടന്നില്ല. ആ സമയം അപ്പം പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ് പോകണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞ് പിന്നെ നമ്മളത് വിട്ട് പ്ലാൻ ഡ്രോപ്പാക്കി. ഈ രണ്ടാമത് എൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം അതാണ് ഞാൻ ഈ പറഞ്ഞ ആക്സിഡൻ്റലായിട്ട് ഇങ്ങനെ വന്നത്. ഷോർട്ട് ഫിലിമായി വന്നു. ചേട്ടൻ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ചേട്ടൻ്റെ വീട്ടുകാരുള്ള സപ്പോർട്ട് ഇപ്പം നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എനിക്കൊന്ന് ഇപ്പോൾ എല്ലാ ഫാമിലി ആയതൊരു സപ്പോർട്ടീവ് ആയിട്ട് പോകുന്നുണ്ട്. നേരത്തെ എന്ന് പറയുമ്പം നിൻ്റെ ജീവിതം കളയുക ഇപ്പോഴും പറയുന്നവരുണ്ട് കേട്ടോ. ആ മൈൻഡ് വെച്ച് പറയുന്നവരുണ്ട്. നിൻ്റെ ജീവിതം നീ കളയുക, നിനക്ക് പഠിച്ച് നല്ല ജോലിയൂടെ പഠിച്ചുകൂടെ എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ആ സമയത്ത് വീട്ടിൽ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു? അതോ? വീട്ടിലെ സപ്പോർട്ടൊക്കെ തന്നെ ആയിരുന്നു. ആണല്ലേ. കാരണം അമ്മ സീരിയലൊക്കെ സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫീൽഡ് ഉണ്ട്. പിന്നെ അച്ഛൻ ഫോട്ടോഗ്രാഫറാണ്. മൊത്തത്തിൽ നമുക്കൊരു മീഡിയ ഫീൽഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ചെറുപ്പം പോലെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അവർ നോട്ടീസ് ചെയ്യുമല്ലോ. ഇപ്പം പാട്ട് പാടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവൻ പാട്ട് പാടാൻ അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ അവനെ പാട്ടിനുണ്ടാക്കുന്ന മാതാപിതാക്കളുണ്ട്. പിന്നെ ഉറപ്പായിട്ടും പിന്നെ ചിലരുണ്ട് അവർക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിലും അവരത് മനസ്സിലാക്കിയിട്ടും വിടാത്തവരുണ്ട്. പഠിത്തത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ള പിന്നെ ഇതില് പഠിത്തം ഒരു പ്രയോറിറ്റി കൊടുക്കണം അതിന്. ഉറപ്പായിട്ടും അല്ലേ. കലാപരമായിട്ടുള്ള ഒരു സൈഡിലും പഠിത്തം വേറൊരു സൈഡിലും അതെപ്പോഴും അങ്ങനെ തന്നെ വേണം. ഈക്വലായിട്ട് കൊണ്ടുപോകണം. കാരണം ഇപ്പം എപ്പോഴും ഇപ്പോൾ ഒരു പടത്തിനൊക്കെ നമ്മൾ കമ്മിറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ ആയിട്ടാണ് കയറുന്നെങ്കിൽ 1-2 വർഷം നമ്മുടെ പോക്കാം. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അത്രയും ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി സമയം കളയുന്നുണ്ട്, ഓക്കെ. അതേസമയം നമ്മുടെ കയ്യിലൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ട്. ഇതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് വേറൊരു മാർഗം ഉണ്ടല്ലോ. ഇപ്പം ഫിലിം ഇല്ലയെന്നുണ്ടെങ്കിൽ
പിടിച്ച് നിൽക്കാനായിട്ട് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കോഴ്സോ പഠിച്ചൊരു ഇത് നമുക്ക് കാണും. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓപ്ഷൻ അതെ, അത് സെറ്റാണ്. ചേട്ടാ പിന്നെ എന്നാ ഇപ്പം ചേട്ടനെ പറയാലോ, ഇപ്പം ഈ കഴിഞ്ഞ 2 മാസമൊക്കെ ആയിട്ടും എനിക്ക് കുറച്ച് നാൾ മുമ്പേ ഇപ്പം പലവരുടെയും പേരിൽ പല വൾഗറായിട്ട് ന്യൂസും ഇതുപോലെ ഫേക്ക് ന്യൂസാണോ കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഇപ്പം കഴിഞ്ഞ നിംബോളിയൊക്കെ ആണെങ്കിലും ജയസൂര്യയൊക്കെ ആണെങ്കിലും സുസ്വിക്കായിട്ട് പറയുന്നതല്ല, അങ്ങനെ ഒരുപാട് വൾഗറായിട്ട് ന്യൂസ് ഇറങ്ങുന്നുണ്ടല്ലോ. ചേട്ടനൊക്കെ അതിനെപ്പറ്റി തന്നെ പറയാനുള്ളത് ഇപ്പം? അതിനെപ്പറ്റി ഇപ്പം കുറേയൊക്കെ ശരിയായിരിക്കാം, ബാക്കിയൊക്കെ കഥയായിരിക്കാം. ആർക്കും ഇപ്പം കഥ അടിക്കാൻ അറിയാൻ പറ്റാത്തത്. ഇപ്പം പ്രത്യേക ഉറപ്പായിട്ട് ഇപ്പം ഒരാൾ ഫെയിമായിട്ട് നിൽക്കുന്ന ഒരാളെ പറ്റി ഇറക്കുവാണെന്നെങ്കിലായിരിക്കും അത് പെട്ടെന്ന് സ്പ്രെഡ് ആവും. അതെ, ഇപ്പം നമ്മളെപ്പറ്റി ഇപ്പം 4 പേര് എന്തെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും മൈൻഡ് ചെയ്യും? ഒരിക്കലും ഇല്ല. അവൻ കഞ്ചാവ് അല്ലെ, അവൻ ഇന്ന പോലെ, അവൻ പെണ്ണുപിടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പറ്റുക? നമ്മളെ ചുറ്റുപാട്ടിലുള്ളവരാണെങ്കിൽ പറയും ആ പോകുന്നതിനെ കണ്ടോ അവൻ മറ്റേ കൂടെ നിൽക്കുന്നവർ ഇതൊക്കെ പറയുന്നത്. ഉറപ്പായിട്ട് പിന്നല്ലാതെ മറ്റേ പുറകിന്നുള്ള പരിപാടി. ചേട്ടാ ഇപ്പം എൻ്റെ നമ്മുടെ ഒരു കസിനാ, പുള്ളിക്കാരൻ ഇപ്പം ഏകദേശം ഒരു 32 ഇപ്പോൾ വയസ്സുണ്ട്. ഇപ്പം പുള്ളിക്കാരന് ഫസ്റ്റൊക്കെ ഒരു ബോക്സിങ്ങും ക്രിക്കറ്റിനോട് വലിയ താല്പര്യമായിരുന്നു. പുള്ളിക്കാരൻ അതൊക്കെ ആയിട്ട് ഭയങ്കര താല്പര്യമുള്ള ആളായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു, ഫിലിമിനോട് വലിയ താല്പര്യമുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ അതിനകത്തൊരു നെഗറ്റീവ് ഒരു ഇൻസിഡൻറ്റ് പുള്ളിക്കാരൻ വന്നു. ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഒരു വൾഗറായിട്ട് ഒരിതുണ്ടായി. അപ്പം അതിപ്പം സിനിമയെന്നല്ല എല്ലാ ഫീൽഡിലും ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. അതെ, ഇതെന്ന് പറയുമ്പോഴൊരു ലക്കാണ് ഇതിൻ്റെ ഫാക്ടർ അല്ലേ മെയിനായിട്ട്. ഇപ്പം കലാപരമായിട്ടുള്ളവരും ഇപ്പം ഇപ്പം മോഹൻലാൽ അല്ലെങ്കിൽ പൃഥ്വിരാജ് അവരെക്കാളും കൂടുതൽ കലാപരമായിട്ടുള്ളവരും നമ്മുടെ സമൂഹത്തിന് പുറത്തുണ്ട്. ഉറപ്പായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അവരെയൊക്കെ ആയിരിക്കും നമുക്കിപ്പം പുറത്ത് കൊണ്ടുവരുന്ന അകത്ത് കൊണ്ടുവരേണ്ടതൊക്കെ. അപ്പം അതിനൊക്കെ ഒരു ഏറ്റവും ബെസ്റ്റ് ചാൻസ് ആയിരിക്കും ഇൻസ്റ്റാഗ്രാമും ഈ ഓൺലൈൻ ഇതുപോലെ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോം ഒത്തിരി യൂസ് ആക്കുന്നുണ്ട് അങ്ങനെയുള്ളവരെ. പിന്നെ ഇതുപോലെ സിറ്റുവേഷൻ മൂലം ഒത്തിരി പേര് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട് ഇപ്പോഴും സിനിമ കയറാൻ വേണ്ടിയിട്ട് തന്നെ. എൻ്റെ കുറേ ഫ്രണ്ട്സുണ്ട് ഇതുപോലെ. അതിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് നന്നായിട്ട് ആക്ട് ചെയ്യുന്നത്, നന്നായിട്ട് അഭിനയിക്കുവാൻ. എനിക്കവൻ ഓക്കെയാണ് എല്ലാത്തിലും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ നമുക്ക് തിരിച്ച് ഔട്ട് വരും. എൻ്റെ ഒരു 1-2 ഷോർട്ട് ഫിലിംസിൽ പുള്ളി ഇപ്പം ഈ റീസെൻ്റായിട്ട് നമ്മളൊരു ഷോർട്ട് ഫിലിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അവനാണ് ലീഡ് ചെയ്യുന്നത്. അത് DOP ഞാനാണ് ചെയ്യുന്നത്. ഡയറക്ഷനും സ്റ്റോറിയൊക്കെ എൻ്റെ ഒരു ചേട്ടൻ്റെ ചെയ്യുന്നത്. അങ്ങനെ കുറേ പേരുണ്ട്. അവനോട് നല്ല പാഷനേറ്റാണ്. സ്വിച്ച് ഇട്ട് പോലെ കരയും പുള്ളി, സ്വിച്ച് ഇട്ട് പോലെ ഇമോഷൻസ് മാറ്റുന്ന ഒരു രീതി. അങ്ങനെയുള്ളവർ കയറി വരണം. അപ്പോൾ അങ്ങനെയുള്ള കുറേ പേരുണ്ട്. പിന്നെ ഇപ്പോഴും സിറ്റുവേഷൻ കാരണം അതിപ്പം വീട്ടിലാണെങ്കിലും കുറച്ച് പ്രാരാബ്ദവും കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെയാണ്. അതെ അങ്ങനെ അതെ അപ്പം ഉറപ്പായിട്ടും അപ്പം എക്സാമ്പിൾ മറ്റേ ഈ തൊപ്പി എന്ന് പറയുന്ന ആൾക്കാരും തൊപ്പി അതുപോലെയൊക്കെ ഫെയിം കിട്ടുന്ന ആൾക്കാർ നമ്മൾ പലതും എനിക്ക് സത്യം പറഞ്ഞാൽ അതിനോട് ഒട്ടും യോജിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ പേഴ്സണൽ ടോപ്പായിട്ട് പറയാം, എനിക്ക് അതിനോട് യോജിപ്പില്ലാത്ത ആളാണ്. ഈ ക്യാമറ ഫ്രണ്ട് വന്നൊരു 4 തെറിയും പറഞ്ഞ് കൂടെ ഇരിക്കുന്നവരെ 4 കൊണയും പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാലൊക്കെ ഫേമസ് ആവും. പക്ഷെ അവർക്ക് അവരുടേതായിട്ടൊരു വില കിട്ടും സമൂഹത്തിൽ. പൈസ കിട്ടും, പൈസ ഏത് വഴിയും കിട്ടും. അത് വില കളയില്ലേ, അതാണ്. അപ്പോൾ പൈസ വരുമല്ലോ. അതെ, പക്ഷെ നമ്മുടെ വില എന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പൈസ കൊടുത്ത് കിട്ടുന്ന കാര്യമല്ല. പൈസക്കൊരു വിലയുണ്ട്, നമുക്ക് നമ്മുടെ വിലയൊന്നും കളയല്ലേ. അതെ, അതെപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതെ, ഇപ്പം പൈസ ഏത് രീതിയാണെന്നുണ്ടെങ്കിലും അതിനൊരു വാല്യൂ ഉണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ. അപ്പോഴേ നമുക്ക് സമൂഹത്തൊരു ഇത് എന്ന് വെച്ചാൽ നമുക്ക് സമൂഹത്തിൽ ഇന്ന നല്ല പേര് വേണമെന്ന് വെച്ച് ജീവിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. മറ്റുള്ളത് നോക്കി ജീവിക്കാനും അല്ല. നമ്മളിപ്പം ഫെയിം ആണെന്ന് ഇപ്പം ഒരാളൊരു ട്രോളിൽ കൂടെ ഫെയിം ആയി കഴിഞ്ഞാൽ ഞാൻ ഇവനല്ലേ പോകുന്നതെന്ന് പറയുന്നതും മറിച്ച് ഒരു വലിയൊരു വ്യക്തി സമൂഹത്തിലൊരു നല്ല ഒരു എന്താ പറയുക ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഫിലിം ഫീൽഡിലുള്ള ആളും മറ്റേ തെറി പറഞ്ഞ് ഹിറ്റായ ഒരാളുടെയും അപ്രോച്ച് വേറൊരു വ്യക്തി ഇങ്ങനെ രണ്ടുപേരെ കാണുമ്പം അവരുടെ ഒരു ഇതെങ്ങനെയായിരിക്കും? ഒരുപാട് വ്യത്യാസമുണ്ട്, ഡിഫറൻസ് ഉണ്ട്. മറ്റേത് ഇവനല്ലേ പോകുന്നത് എന്നുള്ളൊരു പുച്ഛഭാവത്തിലായിരിക്കും. അയ്യോ ഇതല്ലേ മറ്റേ ഇന്ന പടത്തിലുള്ള ആള് രണ്ട് ഇമോഷൻസാണ് വരുന്നത് അവിടെ. അതാണ് ഇതിലേത് വീണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടത്. ചേട്ടാ ഇപ്പം ചേട്ടൻ ഏറ്റവും അത്യാവശ്യം കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഒരു 5-6 ചേട്ടൻ ഇപ്പോൾ ഒരു 6-7 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ടല്ലോ.
ഞാനൊരു ബ്രേക്ക് എടുത്ത് ചെയ്യാറുള്ളൂ. അപ്പം ചേട്ടന് ഏറ്റവും കൂടുതൽ മെമ്മറി ആയിട്ടും ഒരിക്കലും എന്നെ ഇപ്പം ചേട്ടന് മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറി ചേട്ടൻ അത് ഷെയർ ചെയ്യാം ഞങ്ങളായിട്ട്. എല്ലാം മറക്കാൻ പറ്റാത്ത ഓരോ ഇൻസിഡൻ്റ് ആണ്. കാരണം ഓരോ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴും നമ്മൾ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അങ്ങനെ ശരിക്കും പഠിച്ചു വരുന്നത്. ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് അതിൻ്റെ അകത്ത് എന്തൊക്കെ ഫോൾട്ട് ഉണ്ടെന്ന് ബാക്കിയുള്ളവർ നമ്മളൊരു സാക്ഷ്യം പറയുമ്പോഴേ ഉള്ളൂ നമുക്ക് മനസ്സിലാവത്തുള്ളൂ പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. പിന്നെ നമ്മുടെ പുറത്തുള്ള കുറച്ച് ഫ്രണ്ട്സ് കാണുമായിരിക്കും ഡീഗ്രേഡ് ചെയ്യാൻ മാത്രം നടക്കുന്നത്. സത്യമായ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഒരു ഷോർട്ട് ഫിലിം എടുത്ത് ക്യാമറ ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഈ അഭിനയിക്കുന്നവരെ കൊണ്ട് അഭിനയിപ്പിച്ച് ഒരു ഷോട്ടിൽ മൊത്തത്തിൽ ഇറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. അന്ന് കഴിഞ്ഞാൽ മാറിയെന്ന് കുറ്റം പറയുന്നവരെ അങ്ങനെയുള്ളവര് ഇതിപ്പം ഞങ്ങളിപ്പം ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയ സമയത്തും ഒരുപാട് പേര് ഡിഗ്രേഡ് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ഞങ്ങൾ ക്ലാസ്സിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അവരുടെ പേരൊന്നും നമ്മൾ പറയുന്നില്ല. അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു. ചേട്ടനിപ്പം ഏറ്റവും ഒരു ബാഡ് മെമ്മറി ഒരു ഭയങ്കരമായിട്ട് തന്നെ ഒരു ബാഡ് മെമ്മറി ഇപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്തിട്ട് ഏറ്റവും ഒരു സങ്കടപരമായിട്ടുള്ള ഒരു ചേട്ടനോട് ഷെയർ ചെയ്യാം. അതൊരു ഉണ്ട്. സാമേൽ എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ബിഗ് സ്കെയിൽ ഞാൻ അതുവരെ 5-6 മിനിറ്റുള്ള ഷോർട്ട് ഫിലിം ചെയ്തിട്ട് പെട്ടെന്നൊരു ബിഗ് സ്കെയിലോട്ട് വന്നത് ആ ഒരു ഷോർട്ട് ഫിലിം, ഒരു ടെലിഫിലിമാണ്. ഷോർട്ട് ഫിലിം പറയാൻ പറ്റത്തില്ല. 34 മിനിറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഡ്യൂറേഷൻ. അത് നമ്മുടെ പക്രുചേട്ടനാണ് റിലീസ് ചെയ്തത്. ഇതെന്നോട് ഒരു വ്യക്തി വന്ന് സ്റ്റോറി പറഞ്ഞതാണ് സംഭവം. അപ്പം ഞാൻ കേൾക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇത് വലിയൊരു കഥയാണ്. ഭയങ്കര ഇതിന് ഇല്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല ഇത്. കാരണം അതിന് ഒത്തിരി ലൊക്കേഷൻസ് അതുപോലുള്ള ലൊക്കേഷൻസ് ആണ്. ഈ മെയിനായിട്ട് അന്ന് പേടിയാണ് ഒരാളുടെ അടുത്ത് ഇന്നൊരു ചെയ്തോട്ടെ എന്ന് ചോദിക്കാൻ ഒരു വാക്കാരിക്കൂടെ പോകുന്നത്. പക്ഷെ അന്ന് നമ്മൾ ഈ പേടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ. ആദ്യം എനിക്ക് അങ്ങനെ ഒരു തോട്ടം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇതിനിറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എല്ലാം പോസിബിൾ ആക്കും എന്നുള്ളൊരു മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ടായി. അത് ചേട്ടൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം ആയിരുന്നോ? അല്ല സാമേൽ ആദ്യത്തെ അല്ല. ഞാൻ ചെയ്തത് അഡിക്ഷൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഷോർട്ട് ഫിലിം ആയിരുന്നു. ഇത് ടെലിഫിലിം ആയിരുന്നു. സാമേൽ ടെലിഫിലിം എന്ന് പറഞ്ഞാൽ പറയാം. ഒരു 34 മിനിറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു രീതിയിലാണ് മൊത്തം മേക്ക് ചെയ്തേക്കുന്നതും ക്യാമറയൊക്കെ ആണെങ്കിലും ആ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പം അതിൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഏറ്റവും കൂടുതൽ ഞാൻ എഫേർട്ട് എടുത്ത് ചെയ്തേക്കുന്ന ഒരു സംഭവമാണത്. അതിൽ സിനിമറ്റോ ആണെങ്കിലും ഒത്തിരി ഇമ്പ്രോവൈസായി. കാരണം നമ്മൾ നേരത്തെ ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഒരു സീരീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്നാന്ന് പറയുന്ന ഒരു ഹൊറർ വെബ് സീരീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആ സമയത്ത് എൻ്റെ എന്താ പറയുക ട്രൈ അതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു എക്സ്പെരിമെൻ്റ് ആ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അന്നൊക്കെ അതിലൊരു ഹൊററാണ് പ്രേതത്തിനെ കൊണ്ടുവന്ന് നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് എന്നാൽ ക്യാമറ ഒറ്റ ആംഗിളിൽ വെച്ചിട്ട് അന്ന് VFX പോലും നമുക്ക് ചെയ്യാൻ അറിയത്തില്ല. എന്നിട്ട് നമ്മൾ അതിന് ട്രൈ ചെയ്യുന്നുണ്ട്. ക്യാമറ സെയിം ആംഗിളിൽ വെച്ചിട്ട് ആ ഒരു പ്രേതമായിട്ട് അഭിനയിക്കുന്ന കുട്ടീനെ ഫ്രണ്ടിൽ പിടിച്ച് കുറച്ച് നേരം നിർത്തി ആ ഒരു ഫുട്ടേജ് എടുത്ത് പിന്നെ അതിനെ മാറ്റി എടുത്ത് എന്നിട്ട് ഇത് രണ്ടെണ്ണം കൂടെ ഈ 2 ഷോട്ടും കൂടെ മെർജ് ചെയ്ത് കഴിയുമ്പം പെട്ടെന്ന് അങ്ങനെ ഒരാളോടെ പെട്ടെന്ന് വന്നോലിരിക്കും. ഒരു ബീറ്റും കൂടെ കൊടുക്കുന്ന കഴിയുമ്പം ആരാളും പേടിച്ചു. ഹൊറർ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. പേടിപ്പിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് ആൾക്കാരെ. പക്ഷേ ഏറ്റവും കൂടുതൽ പാടുള്ളത് എനിക്ക് തോന്നുന്നത് കോമഡിയാന്ന് തോന്നുന്നു. നമ്മൾ ചില സമയത്ത് നമ്മൾ കോമഡി സാധനങ്ങളൊക്കെ എഴുതി വെക്കും. പക്ഷെ അതുപോലെ നമ്മൾ എഴുതി വെച്ച പോലെ നമ്മൾ പറയണം, ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്യും. അതിൽ ഇങ്ങനെ പോകുന്ന പരിപാടിയാണ്. അതേസമയം നമ്മൾ ഒരു സിറ്റുവേഷൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കും. അപ്പോഴെങ്കിൽ ചിലപ്പം അത് ഹിറ്റാകും. ചിലപ്പോൾ സീരിയസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കോമഡി ആയിട്ട് മാറുന്നൊക്കെ ഇരിക്കും ചില സിനിമയിലൊക്കെ പോലെ. നിരഞ്ജൻ ചോദിച്ച പോലെ ഒരു ബാഡ് ഇംപ്രഷൻ അതിനകത്താണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണെങ്കിലും കുറേ ക്രൂവും കാര്യങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. അതിൽ AD ഉണ്ടായിരുന്നു, പിന്നെ ആർട്ട് ചെയ്യാനൊരു ചെറുക്കനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. സമയപ്പോൾ പിന്നെ ഇവർ ഈ കഥയിൽ കൈ കടത്താൻ ശ്രമിച്ചു. അപ്പോൾ അതിൻ്റെ ഇത് മൊത്തം മാറിപ്പോകും. നമ്മളൊരു ബിൽഡ് ചെയ്ത് വെച്ച ഒരു സ്റ്റോറിയുടെ മൊത്തത്തിൽ ഇമ്പാക്റ്റ് പോകും. അപ്പം എൻ്റെ എല്ലാ സ്റ്റോറി ഫസ്റ്റ് ഓഫ് ഓൾ വേറൊരാൾ എൻ്റെ അടുത്ത് പറഞ്ഞ ആ രീതിയിൽ തന്നെ വേണം പോകാൻ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. നമ്മൾ ഈ ആഡം ജോൺ എന്നൊരു സിനിമയിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ സാത്താൻ വർഷിപ്പ് ഉണ്ട്. ഇപ്പോഴും ഉണ്ട് സാത്താൻ വർഷിപ്പ്, പലയിടത്തും ഉണ്ട്. പക്ഷേ അതൊരു സൈലൻ്റ് ആയിട്ടിരിക്കുക അവരെല്ലാം. ഇപ്പോൾ സമൂഹത്തിലുള്ളവർ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒത്തിരി പേര് വർഷിപ്പ് ചെയ്യുന്നവരുണ്ട്.
പേര് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട്. പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ മതി, പെട്ടെന്ന് സമൂഹത്തിലോട്ട് പെട്ടെന്ന് കയറി വന്നവർ ഇതിൻ്റെ പുറകിലൊക്കെ ഉള്ളവരാന്നൊക്കെ ഒരു ടോക്ക് ഉണ്ട് പുറത്ത്. എനിക്ക് ഉണ്ട്, റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യാവുന്നുണ്ട്. ഇതിൽ വന്നതും ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ അടുത്ത് ഈ സ്റ്റോറി പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഈ സ്റ്റോറി പറഞ്ഞ് ആദ്യത്തെ കുറച്ച് നാൾ പുള്ളി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിയുടെ ഒരു വിവരമില്ല. പുള്ളി കൊല്ലത്താണ് പുള്ളിയുടെ വീടെന്ന് പറഞ്ഞ് ഞങ്ങളിതെല്ലാം ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് പുള്ളീനെ പിന്നെയായിട്ട് യാതൊരു രീതിയിലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാൻ പറ്റുന്നില്ല പുള്ളിയോട്. ഞാൻ ആ സ്ഥലത്ത് നിന്ന് പുള്ളി പറഞ്ഞ അഡ്രസ്സ് നോക്കുമ്പോൾ അങ്ങനെ ഒരു വ്യക്തി അവിടെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തി ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു മിത്തായിട്ട് ബാക്കി നിൽക്കുക. കാരണം ആ ഒരു കഥ സാത്താൻ തന്നെ വന്ന് എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞാണോന്ന് എനിക്കൊരു സാധനം ഞാൻ മറക്കാൻ പറ്റാതല്ലേ. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പുള്ളി ചെയ്തു തരുന്നത്. പക്ഷേ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്, ഇത് പുറത്ത് വരുന്ന സമയത്ത് ഇതിന് ഒരിക്കലും നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊടുക്കരുത്. അതിന് ഇപ്പം ഞാൻ പറയാം, നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊടുക്കില്ലെന്ന് ഞാൻ പറയാൻ കാരണം ഈ ആഡം ജോൺ എന്ന സിനിമയ്ക്കകത്തും നമ്മുടെ പണ്ട് ഫസ്റ്റ് സാത്താനിക് ഷോർട്ട് ഫിലിം എനിക്ക് തോന്നുന്നത് റെയിൻ കോവേ എന്ന് പറയുന്നൊരു പടം ഉണ്ടറിയോ? പണ്ടത്തെ പടം. കണ്ടിട്ടില്ല. ഈ നമ്മുടെ തെമ്മാടിക്കട്ടെ, അതാണ് ആ പടം. അതാണ് പാട്ടെല്ലാം ഉണ്ട്, പക്ഷെ അതാണ് പടം. അതാണ് ഫസ്റ്റ് സാത്താനിക് പടം മലയാളത്തിൽ. അത് ജയരാജ് സാറിൻ്റെ. അപ്പം അതിവിടെ കോട്ടത്തൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കോട്ടയത്ത് ഒത്തിരി പേര് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അതിലും പിന്നെ ഒരു ആഡം ജോൺ എന്നൊക്കെ പറഞ്ഞ സിനിമയിലും നായകന് ഇമ്പോർട്ടൻസ് കൊടുത്ത് സാത്താൻ വർഷിപ്പിനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പം ആ രീതിക്ക് ഒരിക്കലും ഇതിനെ ബ്ലെൻഡ് ചെയ്യരുത്. ഒരാളിലേക്ക് ഇത് വ്യൂസിലേക്ക് എത്തിക്കുമ്പം അവരുടെ മനസ്സിലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കണം. പക്ഷെ പുള്ളി ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായില്ല. പിന്നീടാണ് എനിക്ക് ഈ കാര്യം മനസ്സിലായത്, അത് ഏത് രീതിയിലാണ്. അപ്പോഴും അതിൽ കുറേ മിസ്റ്ററീസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ആ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞപ്പം ഉറപ്പായിട്ടും അത്ര ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ കൂടെ നിന്ന് കുറേ ആൾക്കാർ കഥയിൽ കൈ കടത്തി കഴിഞ്ഞപ്പോൾ ഇതിന് നെഗറ്റീവ് ഇമ്പാക്റ്റിലോട്ട് പോകാനുള്ളത് കൂടി മൊത്തത്തിൽ മാറി. പിന്നെ ആണെങ്കിലും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു, ഈ ഒരു ലീഡ് ചെയ്യുന്ന ഒരു ഗേളാണ്, ഋതിക എന്നായിരുന്നു പേര്. അപ്പം ആളുടെ അതിലൊരു ഷോട്ടുണ്ട്, ഒരു ഡബിൾ സ്മൈലാണ്. അപ്പം ഡബിൾ സ്മൈൽ എന്ന് പറയുമ്പം കണ്ണിനും ആ ഒരു പല്ലിനും അതുപോലെ ഒരു അട്രാക്ഷനും കാര്യങ്ങൾ ഫീൽ ചെയ്യണം. ആ ഒരു രീതിയിലൊരു പെണ്ണിനെ വേണം. എന്നാൽ പെൺപിള്ളേരൊക്കെ ഇടാൻ ഭയങ്കര പാടുമാണ്. കൂടുതലായിട്ടും ഈ അവരുടെ വീട്ടിൽ നിന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അഭിനയിക്കാൻ ആഗ്രഹമുള്ളതും ചെയ്യുന്നതായിട്ടുള്ള ഒത്തിരി പിള്ളേർ കാണും. വീട്ടിൽ നിന്ന് വിടാത്തൊക്കെ ഒത്തിരി പേരൻസ് കാണും. അവരെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഫിലിം ഫീൽഡ് ഒരുപാട് നിരഞ്ജൻ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി വൾഗറായിട്ടുള്ള നടക്കുന്നുണ്ട്. അപ്പം അവർക്കാണെങ്കിലും പേടി കാണും ഉറപ്പായിട്ടും. അപ്പം ഒരു പെൺമക്കളുള്ള ഏതൊരു പേരൻസ് ആണെങ്കിലും അവരെ പറ്റി ഒരു കൺസേൺ കാണുമല്ലോ എപ്പോഴും. അപ്പം പ്രത്യേകിച്ച് ഈ കാര്യം കൂടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ഉറപ്പായിട്ടും. പിന്നെ അപ്പം ഈ കാര്യത്തിൽ ഞാൻ നേരെ ഋതികയുടെ വീട്ടിൽ പോയി അച്ഛനെ ആദ്യം മീറ്റ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു, അമ്മേനെ മീറ്റ് ചെയ്ത് ആൻറ്റിയോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം പുള്ളിക്കാരി ഓൾറെഡി ഓക്കെ ആണ്. പിന്നെ ഞാൻ ഒരു ബ്രീഫായിട്ട് പറഞ്ഞു കൊടുത്ത് ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരി ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും നല്ല ബെറ്റർ ആയിട്ടാണ് എനിക്ക് തിരിച്ച് ഔട്ട് തന്നുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ആയിട്ട് ചെയ്യാമെന്ന് പറയത്തില്ല, അത്രയും നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇതെല്ലാം നമ്മൾ ബിൽഡ് ചെയ്ത് പിന്നെ അതിൽ ഞാൻ പറയണമെങ്കിൽ എനിക്കൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫ്രണ്ട്സില്ലേ, അവരുടെ ക്രൂ എന്ന് പറഞ്ഞാൽ അവരെല്ലാമായിട്ട് തെറ്റിപ്പിരിഞ്ഞ്. അപ്പോൾ പിന്നെ ഒരു വെല്ലുവിളിയായി, അവർക്കൊരു വെല്ലുവിളിയായി, എന്നാൽ ഇതൊന്നും ചെയ്ത് കാണിക്കും എന്നുള്ള ഇതിലായി. അപ്പോൾ അതെനിക്ക് പിന്നെയും വാശിയായി, ചെയ്ത് കാണിക്കണം. ഈഗോ കേട്ടാ പിന്നെ അങ്ങനെയാണല്ലോ നമ്മൾ ബോയ്സ് പൊതുവേ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബം പണയം വെച്ചിട്ടുള്ള ചെയ്യും. അപ്പം പിന്നെ വന്ന ക്രൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. നമ്മുടെ കൂടെ എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ, ഉറപ്പായിട്ടും. അപ്പം അന്ന് എനിക്ക് കിട്ടിയ നല്ലൊരു ക്രൂ വരുന്നത് അതൊക്കെ ഒരു ഭാഗ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഞാൻ ഈ ഒരു ഇതിൻ്റെ ഞാൻ ഫസ്റ്റ് തൊട്ട് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ആ സ്റ്റോറി ആണെങ്കിലും ഇതെൻ്റെ ലൈഫിലോട്ട് വന്നൊരു രീതി ആണെങ്കിലും ഭയങ്കര സ്പെഷ്യലാണ്. ഒത്തിരി മിസ്റ്ററീസ് ഉണ്ട് അതിനകത്ത്, ഒത്തിരി കോൺസിഡൻസ് ഉണ്ട്. ഈവൻ എൻ്റെ സ്വഭാവത്തിൽ നിന്ന് ഭയങ്കര വ്യത്യാസം അപ്പോൾ അന്ന് വന്നിട്ടുണ്ട്. അതുവരെ ഭയങ്കര ലേസി ആയിട്ടെന്ന് ഞാൻ പെട്ടെന്ന് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. റൊട്ടീനൊക്കെ മാറി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നു, ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതും എനിക്ക് അത് ചെയ്യുന്ന സമയത്ത് എനിക്കെല്ലാം പോസിബിളാണ്. അങ്ങനെ തന്നെ എല്ലാം മൊത്തത്തിൽ പോയിക്കൊണ്ടിരുന്നത്.
അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ചെയ്ത് നിർത്തിയ ഒരു ഷോട്ട് ഇവിടെ CMS കോളേജിൻ്റെ അവിടെ ഒരു പള്ളിയുണ്ട്. പള്ളിയുടെ ഒരു മേളിലൊരു ഭാഗം കാണിക്കുന്ന ഒരു രീതിയായിരുന്നു. അത് നൈറ്റ് ഷൂട്ടാണ്. പക്ഷെ ആ സമയത്ത് നൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള ക്യാമറ വെച്ചിട്ട് ആ ഒരു ഭയങ്കര ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ വന്ന ഒരു ഇതില്ല, കിട്ടത്തില്ല. അപ്പോൾ അവിടെ വെച്ച് ഞാൻ നിർത്തി. കംപ്ലീറ്റ്ലി നിർത്തിയെന്നില്ല, ഷെഡ്യൂൾ ബ്രേക്കായി. ഞാൻ ആ ഇടയ്ക്കാണ് എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ പോകുന്നത്. അതായത് നമ്മുടെ പീരുമേട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കസിൻ്റെ അമ്മയുടെ ഒരു ബന്ധുവിൻ്റെ വീടുണ്ട് അവിടെ പോയി അന്ന് ക്യാമറ ഒന്നും ആയിട്ടില്ല ചുമ്മാ പോയതാ സത്യം പറഞ്ഞാൽ. അവരെ കാണാൻ വേണ്ടി പോയി. കുറേ കസിൻസ് ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളൊരു സംസാരത്തിൻ്റെ ഒരു കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അവർ പറഞ്ഞ് ഇതിൻ്റെ നമ്മളെ അപ്പുറത്ത് ഈ ഒരു അവർക്കവിടെ ഈ മറ്റേ മലയല്ലേ മൊത്തം അത് തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ ഉള്ള മലയല്ലേ, ഈ മലയുടെ അപ്പുറത്താണ് നമ്മുടെ ലൂസിഫർ സിനിമ ഷൂട്ട് ചെയ്ത പള്ളി എന്ന് പറയും. കല്ലറയൊക്കെ ഉള്ള ആ കല്ലറ ശരിക്കും ഉള്ള കല്ലറയുണ്ട്. പക്ഷെ അതിനകത്ത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതൊക്കെ സിറ്റി ഇട്ടേക്കുന്നത്. അപ്പം ഇതിൻ്റെ അപ്പുറത്താണ് ആ പള്ളി എന്ന് പറയുന്നത്. ഞാൻ ചുമ്മാ അന്ന് എൻ്റെ അച്ഛൻ്റെ ഫോണുണ്ട്, മറ്റേ iPhone SE സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നൊരു ഫോൺ. അതിൽ മറ്റേ 4K 60 fps 30 fps കിട്ടും. ഞാൻ ചുമ്മാ വ്ളോഗ് ചെയ്യുക, പോകുന്ന സമയത്ത് ചുമ്മാ വ്ളോഗ് ചെയ്ത് ഇങ്ങനെ പോവുക. ഇന്ന സ്ഥലത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അപ്ലോഡ് ഒന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇതിൽ പള്ളിയുടെ ഒരു വൈഡ് ഷോട്ട് ഞാൻ ഈ ഫോണിൽ ഷൂട്ട് ചെയ്ത് ചുമ്മാ അത് ഷൂട്ട് ചെയ്ത് പിന്നെ അകത്തോട്ട് എൻ്റർ ആവുന്നതിൻ്റെയൊക്കെ ഒരു ഫുട്ടേജ് ഇങ്ങനെ എടുത്ത് കൈ വെച്ചിരിക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു. അച്ഛൻ വന്നിട്ട് പറഞ്ഞ് നീ മറ്റേ ഇത് ബ്രേക്കാക്കി ഇത് പള്ളിയുടെ സീനല്ലേ കാണിച്ചെന്ന് ചോദിച്ചു. പള്ളിയല്ലേ കാണിച്ചെന്ന് ചോദിച്ചു. പറഞ്ഞാൽ ഈ പള്ളിയുടെ ഷോട്ട് എടുത്ത് അവിടെ വെച്ച് ഞാൻ ഇരിക്കുന്നു ചോദിച്ചു. അതായത് ഈ 2 പേര് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പള്ളിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവർ ചൂണ്ടുന്നതും പള്ളിയിലോട്ടാണ്. ആ പള്ളിയായിട്ട് ഈ പള്ളി കാണിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു വെച്ച്. അപ്പം ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നട്ടുച്ചയ്ക്കാണ്. നട്ടുച്ചെന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റും ഉണ്ടായിരിക്കും, നല്ല മേഘങ്ങളൊക്കെ നല്ല രീതിയിൽ കാണുകയും ചെയ്യാം, ആ രീതിയിലാണ്. പക്ഷേ ഈ ഷോട്ട് അപ്പോൾ എനിക്കൊരു ഇത് വന്നു, എന്നാൽ അങ്ങനെ ചെയ്താലോ, ഇങ്ങനെ ഇരിക്കും. ഷോട്ട് എടുത്ത് ഇട്ട് നോക്കി അനിയനെ കൊണ്ട് ഗ്രേഡ് ചെയ്യിച്ച്. അവൻ ഗ്രേഡ് ചെയ്ത് അത് നൈറ്റാക്കി, രാത്രിയാക്കി. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് മാറി. എക്സാക്റ്റായിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് മാറി. ആ ഷോട്ട് കണ്ടു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം പറയാനാണെങ്കിലും ആ ലൂസിഫർ സിനിമയ്ക്ക് അത് ഷൂട്ട് ചെയ്ത പള്ളി നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടിൻ്റെയും ഇതൊക്കെ ഞാൻ പറഞ്ഞ കോൺസെൻട്രേറ്റ് ആയിട്ട് വന്ന കാര്യങ്ങളാണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഈഗോ ഹേർട്ടായി കഴിഞ്ഞ് നമ്മളിലേക്ക് ഓരോ കാര്യങ്ങൾ വന്ന് കയറുന്നു എന്നുള്ള അങ്ങനെയും പറയാം. പിന്നെ അല്ലാതെ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മിത്തം ഉണ്ടല്ലോ ഇതിനകത്ത്. ഒരു ആള് പുള്ളി ഇപ്പോഴും എൻ്റെ ലൈഫിൽ മിസ്റ്ററി ആയിട്ട് നിൽക്കുക. അന്ന് ഞാനും എൻ്റെ അതിനകത്ത് അഭിനയിച്ച കുറച്ച് പേരും, എൻ്റെ ഒരു കസിൻ അതിനകത്ത് അഭിനയിച്ചു, ആദർശം എന്ന് പറഞ്ഞു. ആദർശം എൻ്റെ അതിലുള്ള ഒരു ക്രൂവിലൊരു പയ്യനുണ്ട്, അഭിജിത്ത് എന്ന് പറഞ്ഞ വേറൊരു പയ്യനുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ കൊല്ലത്ത് പോയി അവിടെ സകലമാന് പുള്ളി പറഞ്ഞ സ്ഥലത്ത് അന്വേഷിക്കും. ഇങ്ങനെ ഒരാൾ അവിടെ ഇല്ല. പുള്ളി വിളിച്ചിട്ട് ലൈഫിലേക്ക് ഒരു എന്താ പറയാ പിന്നെ സ്റ്റാർട്ട് അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഇനിഷ്യൽ പുള്ള് തരാൻ വേണ്ടി വന്ന ഒരാളായിട്ട്. ഇനിഷ്യൽ പുള്ള് തരിക മാത്രമല്ല, ഈ ഒരു സ്റ്റോറി പറഞ്ഞത് പുള്ളിക്കാരനാണ്. ദൈവദൂതനാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ദൈവദൂതനാണെന്ന് തോന്നുന്നില്ല. അതൊരു സാത്താനിക്, സീരിയസ്ലി ലിറ്ററലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഓക്കെ. അപ്പം ഇതുപോലെ പുള്ളി ലൈഫിലോട്ട് പെട്ടെന്ന് ഇടിച്ചു കയറി വന്നിട്ട് നീ ഇന്ന പോലെ ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്ന ആളാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ ആദ്യം ചെയ്യാനിരുന്ന വേറൊരു പ്രോജക്റ്റാണ്. ഇപ്പം രാവെന്ന് പറയുന്ന ഞാൻ റിലീസ് ചെയ്തൊരു ഷോർട്ട് ഫിലിം ഉണ്ട്. അതാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. പക്ഷേ ആ സ്റ്റോറി ഈ പുള്ളിക്കാരനോട് പറഞ്ഞ് ഞാൻ പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ടില്ല. ഇത് മറ്റേ ചാർലിക്കകത്ത് മറ്റേ കള്ളം കയറി വന്നൊരു സീനില്ല, അതുപോലെ തോന്നുന്ന അന്ന് കഥ പറഞ്ഞപ്പോൾ പുള്ളി റിലേറ്റ് ആയത്. പക്ഷേ ഈ കഥ ഞാൻ നേരെ നമ്മളെ ബൈ ചാൻസ് ചുമ്മാ നമ്മളെ അജ്മൽ സാബു ഇല്ലേ, പ്രേമലു മ്യാവു ഒക്കെ ക്യാമറാമാൻ എഡിറ്റർ കൂടെയാണ്. ഇക്കയുടെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. അങ്ങനെ ഇക്കയുടെ അടുത്ത് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യം ഇങ്ങനൊരു സ്റ്റോറി ഉണ്ട് ഇക്ക എന്ന് പറഞ്ഞ് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാടാ കൊള്ളാം എന്ന് പറഞ്ഞാൽ അതാണ് എനിക്ക് പിന്നെ എൻകറേജ് ആയത്. അതാണ് ഞാൻ പിന്നെ അത് ചെയ്തത്. അപ്പം അത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്ത്. അപ്പം ഇപ്പോൾ എൻ്റെ അടുത്ത് എന്നോട് പറഞ്ഞു ഞാനൊരു സ്റ്റോറി പറയാം, നീ ഒന്ന് കേട്ടു നോക്ക്. കാരണം പുള്ളി എന്നെ വേറൊരു സ്ഥലത്തേക്ക് വിളിച്ച് എന്നെ സ്റ്റോറി എന്നോട് പറഞ്ഞപ്പം എൻ്റെ മനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് വലിയൊരു സംഭവമാണ്, എനിക്കിത് ചെയ്യാൻ പറ്റും. എൻ്റെ മനസ്സിൽ ഞാൻ കാണുന്ന വലിയൊരു സിനിമയ്ക്കുള്ള ഐറ്റമാണ്. അങ്ങനെ അപ്പം
ആദ്യം ചെയ്യാൻ പറ്റത്തില്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ ഞാൻ പിറ്റേ ദിവസം തൊട്ട് രാവിലെ എൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക് എൻ്റെ റൊട്ടീൻ മാറുകയും ഇതിനു വേണ്ടി അത്രയായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ഇറങ്ങുകയും എൻ്റെ മനസ്സിൽ വേറൊരു മൈൻഡാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പോസിറ്റീവാണ്, എല്ലാം പോസിബിളാണ് എന്നുള്ളൊരു രീതിയിലോട്ടായി ഇവനെ. അങ്ങനെ പോയി ഇതെല്ലാം ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കണക്റ്റായി എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഈ സംഭവം വെളിയിറക്കിയതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഗിന്നസ് പക്രുചേട്ടൻ ഇറക്കിയെന്ന് പറഞ്ഞില്ലേ. അപ്പം അവിടെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അച്ഛൻ ഇത്രയും ഇതായിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അച്ഛനും ആണെങ്കിലും ഇത് 4 പേര് കാണണം എന്നുള്ളൊരു ഈ ഒരു ഔട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു സിനിമാറ്റിക് ലുക്ക് എന്നൊക്കെ ഉള്ളൊരു നമുക്കാണല്ലോ ഇഷ്ടപ്പെട്ടു. അപ്പം എൻ്റെ ആദ്യത്തെ ഫ്രണ്ടെന്ന് പറഞ്ഞില്ല മറ്റേ ശ്രീമോൻ എന്ന് പറയുന്നത്, അവനെ വിളിച്ചിരുത്തി കാണിച്ച് ഞാൻ. അപ്പോൾ അവൻ്റെ ഒരു ഫീഡ്ബാക്കും കൂടെ എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ടായി. പുള്ളിയാണെങ്കിലും എന്ത് ഞാൻ ചെയ്ത് കഴിഞ്ഞാലും പുള്ളി അതിനൊരു നല്ല സൈഡ് പറയും. അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് എനിക്കത് കൺവേ ചെയ്ത് തരും. അതിൻ്റെ കറക്ഷൻസും പുള്ളി തന്നെ പറഞ്ഞു തരും. ഇങ്ങനെ ചെയ്യും കറക്റ്റായിട്ട്. കുറ്റം മാത്രം പറയുന്ന ഫ്രണ്ട്സ് നമുക്ക് കാണും, മറിച്ച് ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സും കൂടെ കാണും. അത് രണ്ടും കൂടെ നമുക്ക് റിലേറ്റ് ചെയ്ത് അതെ നമ്മുടെ കുറവുകൾ പറഞ്ഞ് നമ്മളെ തിരുത്താൻ പറ്റില്ല. നമുക്ക് നമ്മുടെ പിന്നെ ഒരു നമ്മളിൽ ഓരോ കുറവുകൾ നമ്മൾ കണ്ടെത്തി നമ്മളത് തിരുത്തുക അല്ലെങ്കിൽ അത് നികത്തി എടുക്കുക. നമ്മളിപ്പോഴും എല്ലാം നല്ല ഫ്രണ്ട്സും അങ്ങനെ ആണല്ലോ. നമ്മുടെ കുറ്റങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം പറഞ്ഞ് നമ്മുടെ ഒരു അഡ്വൈസ് തന്ന് നമ്മുടെ കൂടെ നിൽക്കാൻ നോക്കും ഫ്രണ്ട്സ്. ചിലരാണെന്നുണ്ടെങ്കിൽ ചീത്ത കാര്യത്തിനാണെങ്കിലും നമ്മുടെ കൂടെ നിൽക്കും. ചിലർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബെനിഫിറ്റ്സിന് വേണ്ടി കൂടെ നിൽക്കും. അങ്ങനെ പല ഇതിലുണ്ട്. സപ്പോർട്ട് ചെയ്തിട്ട് കുറ്റം പറയുന്നവരുണ്ട്. അല്ല സപ്പോർട്ട് ചാടിച്ചിട്ട് നമ്മൾ അതിലേക്ക് പോയി എന്ന് പറയുന്ന ആൾക്കാർ ഉണ്ട്. പിന്നെ ഉറപ്പായിട്ടും ലിറ്ററലി അങ്ങനെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് പക്രു ചാനലിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അച്ഛൻ്റെ ഫ്രണ്ടുണ്ട്. ചെറുപ്പം പോലെ ഞാൻ കാണുന്നതാണ്, ശ്രീകാന്ത് അങ്കിളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ മാനന്തയിലെ ചീഫ് ഫോട്ടോഗ്രാഫറാണ്. കവർ പേജും കാര്യങ്ങളൊക്കെ എടുക്കുന്ന അങ്കിളാണ്. അപ്പം അങ്കിളിൻ്റെ പക്രു ചേട്ടനുമായിട്ട് നല്ല ഒരു കണക്ഷനുണ്ട്, അറിയാം, നന്നായിട്ട് അറിയാം. ആ രീതിയിൽ അങ്കിളെ ഞാൻ ആദ്യം കാണിച്ച് അങ്കിൾ എന്നോട് പറഞ്ഞാൽ ഇന്നൊരു ഡയലോഗ് മാറ്റണം, അതിന് കുറച്ച് ഒരു സ്റ്റാൻഡേർഡ് തോന്നുന്നില്ല, ഒരു ഫീലില്ല എന്ന് പറഞ്ഞാൽ മാറ്റി. അങ്ങനെ കുറച്ച് ശേഷം ഞങ്ങൾ പറഞ്ഞു ഞാൻ ആ രീതിക്ക് മാറ്റി ക്ലിയർ ചെയ്ത് പിന്നെ കാണിച്ചപ്പോൾ ഓക്കെ. അപ്പോൾ എന്നോട് പറഞ്ഞു പക്രു ചേട്ടനെ ഒന്ന് വിളിച്ച് സെറ്റ് ചെയ്യാമോ, അറിയുന്ന ആക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടോ, അപ്പോൾ പക്രു ചേട്ടനെ എന്നാൽ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പക്രു ചേട്ടൻ്റെ നമ്പർ തന്ന് പക്രു ചേട്ടനെ വിളിച്ച് ഒക്കെ പറഞ്ഞു. ഇതുപോലൊരു നല്ല മനുഷ്യൻ, ഭയങ്കര ഡൗൺ ടു എർത്ത് പക്രു ചേട്ടൻ. വിളിച്ച് ഞാൻ പറഞ്ഞു ഇന്ന ആൾ പറഞ്ഞിട്ട് വിളിക്കുക, ആദ്യം മെസ്സേജ് അയച്ചു വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. വിളിച്ചോ പറഞ്ഞു. അങ്ങനെ വിളിച്ച് ഞാൻ ഇന്ന ആൾ പറഞ്ഞിട്ട് വിളിക്കുക. പറഞ്ഞായിരുന്നു ഞാൻ ഇതങ്ങനെ ഒന്നും ചെയ്യാറില്ലാതെയാണ്, ഈ ഷോർട്ട് ഫിലിംസ് അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഇപ്പം ഇത് ശ്രീകാന്ത് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ വിചാരിച്ച് അങ്ങനെയാണെന്ന് പറഞ്ഞു. ഒത്തിരി നന്ദിയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഏത് ഡേറ്റും കാര്യങ്ങളും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ആ രീതിയിൽ ലിങ്ക് എനിക്ക് അയച്ചു തന്നാൽ മതി, ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് അയച്ചു കൊടുത്ത് ഫേസ്ബുക്കിൽ മാത്രം ഇടാനാണ് നമ്മളോട് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഫേസ്ബുക്കിൽ മാത്രം എടുത്തുള്ള നമ്മുടെ വിചാരം. പക്ഷേ പുള്ളിക്കാരനൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ വിട്ടിട്ട് ഇതിൻ്റെ പോസ്റ്റർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റയിൽ പോസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അയ്യോ അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ റേഞ്ചേ മാറി. ഇത് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ എന്നോട് അത്രയും നാൾ ഇപ്പം 1-2 പേര് നല്ലത് പറയുന്നെങ്കിലും ഇത്രയും അതിനെ പോസിറ്റീവ് റിവ്യൂസ് കിട്ടിയ ആദ്യമായിട്ടൊരു ഇതാണ്. പിന്നെ അതിന് നേരത്തെ പറഞ്ഞ പോലെ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട്. അത് ഈ റീച്ച് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 3ാമത്തെ ദിവസം ഇത് ഷൂട്ട് ചെയ്തൊരു ഓഫീസിലാണ്. അവിടെ നമ്മൾ ഈ ഇതിനെപ്പറ്റി പറയുന്ന സമയത്ത് അവരെന്നോട് ഒരു കാര്യം പറഞ്ഞുള്ളൂ, എല്ലാം വോളിലെന്നല്ല എല്ലായിടത്തും ഇവരുടെ ഒരു ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഇവരുടെ ഒരു ലോഗോ കാണണം എന്നുള്ളൊരു ഇതായിരുന്നു. ഇല്ലാത്ത സ്ഥലത്ത് വരെ അവരുടെ ലോഗോ കൊണ്ട് നമ്മൾ പ്ലേസ് ചെയ്തു. അതെ പക്ഷെ നമുക്ക് ഇത് ഷൂട്ട് ചെയ്യണമല്ലോ, അതല്ലേ നമ്മുടെ പ്രയോറിറ്റി. അപ്പം നമ്മൾ അതൊന്നും ആലോചിച്ചില്ല. നമ്മൾ കയറി ഷൂട്ട് ചെയ്തു. ഈ 3ാമത്തെ ദിവസം എന്നെ വിളിച്ചിട്ട് എൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറയാണ്, ഇത് ഇന്ന കമ്പനിയുടെ ഹെഡ് ഓഫീസിൽ നിന്നാണ്, നിങ്ങളിത് പെട്ടെന്ന് തന്നെ അത് റിമൂവ് ചെയ്യണം, കാരണം നമ്മുടെ ഇത് മൊത്തം വന്നിട്ടുണ്ട്, റിമൂവ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്നാന്ന് വെച്ചാൽ സെറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ആദ്യം ഇവർ പറഞ്ഞിട്ടില്ല. അതിലൊക്കെ ഞാൻ വരുന്നത്. അങ്ങനെ ഇവർ പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ലീഗലായിട്ട് മൂവ് ചെയ്യുമെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ഭയങ്കര ദേഷ്യം കൊണ്ട് സങ്കടം വന്നിട്ട് രണ്ടും കൂടെ വന്നിട്ട് നിങ്ങൾ എന്നാന്ന് വെച്ചാൽ കാണിക്കാൻ പറഞ്ഞു. നിങ്ങൾ എന്നാന്ന് രണ്ടും കളിപ്പിച്ച് മുന്നോട്ട് തന്നെ എന്ന് പറഞ്ഞു. ഞാൻ എന്താണെന്ന് വെച്ചാൽ കാണിക്കാൻ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഇൻസ്റ്റയിലെ വല്ലൊരു ലൈവ് വന്നിട്ട് സീനാക്കാം എന്നുള്ളൊരു രീതി അങ്ങനെയായിരുന്നു. അപ്പം ശ്രീകാന്ത് എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനൊന്നും ചെയ്യണ്ട,
നീ അത് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്ക്. ഡിലീറ്റ് ചെയ്യാണ്ട് അതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം വ്യൂസ് പോയി തീർന്നു. രണ്ടാമത് പകർച്ചേനോട് പറഞ്ഞിടാൻ പറ്റത്തില്ല. അത്രയും പേര് പോകും ഉറപ്പായിട്ടും. പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ശ്രീകാന്തങ്ങൾ തന്നെ നമ്മളോട് കണ്ടുപിടിച്ച് തന്നിട്ട് പറഞ്ഞ് ഇത് യൂട്യൂബിൽ തന്നെ വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ ഇവരുടെ ലോഗോ വരുന്ന എല്ലാ സ്ഥലത്തും നമ്മളിത് ബ്ലർ ചെയ്ത് വിട്ട്, അനിയൻ എഡിറ്റ് ചെയ്ത് ഫുള്ള് ഇവൻ തന്നെ ബ്ലർ ചെയ്ത് വിട്ട് അങ്ങനെ ഔട്ട്. അപ്പം നമ്മളിത് പ്രൈവറ്റാക്കി വെച്ചിരിക്കുക, പബ്ലിക്കല്ല പ്രൈവറ്റാക്കി. അപ്പോൾ അത്രയും മെയിലേക്ക് എത്തിച്ച ആ ഒരു ലിങ്ക് പിന്നെ ഓപ്പൺ ആവുന്നില്ല. കാരണം നമ്മൾ അത്രയും നാൾ എടുത്ത് എഫേർട്ടും അതൊന്നും അപ്പം ഞാനാണല്ലോ സമ്മതിച്ചു കൊടുത്തില്ല. അപ്പം നമ്മൾ ആരാണല്ലോ സമ്മതിച്ചു കൊടുക്കത്തില്ല. ഇത്രയും പേരുടെ ടൈമാണ് മെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ടൈമാണ്. അതിൽ പൈസയല്ല, ടൈമാണ്. അപ്പോൾ അതൊന്നും ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അപ്പം എന്തെങ്കിലും കാണിക്കാൻ ഞാനും പറഞ്ഞു. അപ്പം ഇതുപോലെ അച്ഛൻ്റെ ഫ്രണ്ട് പറഞ്ഞു എന്നോട്, എടാ നീ അങ്ങനെ ചെയ്യണ്ട, ഒരു കാര്യം ചെയ്യും, ഞാൻ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരാം, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് അപ്പോൾ ഇത് പ്രൈവറ്റാക്കി. അതായത് ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ പബ്ലിക് ആക്കി കഴിഞ്ഞാലേ എല്ലാവരും കാണത്തുള്ളൂ. പ്രൈവറ്റ് ആക്കണം നമുക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ലിങ്കും കാര്യങ്ങളും ഷെയർ ആയി പോയ ലിങ്കൊക്കെ ആൾക്കാർ ഇത് ഒറ്റ തുറന്ന് നോക്കത്തുള്ളൂ എന്ന് ഓർക്കണം അല്ലേ. പിന്നെ അവർ തുറന്ന് നോക്കത്തില്ല, നോക്കുന്ന സമയത്തില്ല. അങ്ങനെ കുറേ പേര് എന്നെ വിളിച്ച്, എടാ ഇതിൻ്റെ ലിങ്ക് കിട്ടുന്നില്ലല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ ഇതുപോലെ ഒരെണ്ണം എന്നെ അപ്ലോഡ് ചെയ്യും എന്നുള്ള രീതിയിൽ പറഞ്ഞ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇതിന് ഇത്ര ആൾക്കാർ ഇഷ്ടപ്പെട്ട പോസിറ്റീവ് അപ്പോൾ കിട്ടി. അപ്പം അത് കഴിഞ്ഞപ്പം ഇവർ ഇതുപോലെ പറഞ്ഞ് പെട്ടെന്ന് നിങ്ങളെന്താ ആയോ സെറ്റായോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഇതെന്ന് പറഞ്ഞാൽ ഇത് അപ്പം തന്നെ പോസ് ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ അനിയനെ കൊണ്ട് ഇത് എഡിറ്റ് ചെയ്യിച്ച് ഇതിൻ്റെ ഫുള്ള് ഇവരുടെ ശ്രീകാന്തങ്ങൾ എന്നോട് പറഞ്ഞു ഇതുപോലെ യൂട്യൂബിൽ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അന്നാണ് ഞാൻ അറിയുന്നത് യൂട്യൂബിൽ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന്. അങ്ങനെ അനിയൻ തന്നെ കട്ട് ചെയ്ത് ബാക്കി ഇവരുടെ ലോഗോ വന്നിടത്തെല്ലാം നമ്മൾ കൊണ്ട് ബ്ലർ ചെയ്ത് വെച്ച്. അപ്പോൾ ഓക്കെ ആണല്ലോ, കുഴപ്പമില്ലല്ലോ, തീർന്നില്ലേ. സ്പെഷ്യൽ താങ്ക്സിനൊക്കെ അകത്ത് ഇവരുടെ ലോഗോ കൊണ്ട് വെച്ചിട്ടുണ്ട്, അതെല്ലാം ബ്ലർ ചെയ്ത്. അത് കഴിഞ്ഞപ്പം ഇതുപോലെ കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പം ആദ്യം വന്നൊരു പുഷ് പിന്നെ ഇല്ല. ഒരു 3.1 3.2 ആ ഒരു ലെവലിൽ എപ്പോഴും നിൽക്കുന്നത്. അതെനിക്ക് ഭയങ്കര സങ്കടമായി പോയി. അത്ര ഇതായിട്ട് എടുത്ത്. പക്ഷേ ആകെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു. പക്ഷേ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ പ്രേമലു മിയാവു ഒക്കെ ചെയ്ത അജ്മൽ സാബു എന്ന് പറഞ്ഞ അജ്മലിക്ക നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. അച്ഛൻ്റെ അവർക്കൊരു ഷോപ്പുണ്ട് ഇവിടെ, സിറ്റി ഗാലക്സി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ നമ്മൾ ചെന്ന് അച്ഛനുമായിട്ട് ഫാമിലിയായിട്ട് അത്യാവശ്യം കണക്ഷനായി. പിന്നെ ഞാൻ ഇന്നപോലെ അച്ഛനൊക്കെ ഇതിൽ വരുന്നതിന് മുമ്പ് മറ്റേ കട്ട്സൊക്കെ ചെയ്യാൻ തുടങ്ങിയല്ലേ, ട്രെയിൽ കട്ട്സ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ നമ്മൾ പണ്ട് ട്രംപിനെ കൊണ്ട് മറ്റേ ആമനത്താത്ത എന്ന് പറഞ്ഞ പാട്ട് പഠിച്ച് എഴുതിയിട്ടാണ്. അതിലാണ് അതുകൊണ്ട് ഒക്കെ എല്ലാവരും അറിയുന്നത് അങ്ങനെയാണ്. അപ്പം അന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും അച്ഛനുമായിട്ട്, അച്ഛനക്കട അച്ഛൻ പാപ്പ. അങ്ങനെ പിന്നെ ചെയ്യുന്ന സമയത്ത് പിന്നെ ഞങ്ങളുമായിട്ട് മീറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. അപ്പം അവരാണേലും എന്നെ വിളിച്ചിട്ട് നന്നായിരുന്നു, ഇത് നന്നായിരുന്നു എന്ന് വിളിച്ചിട്ട് പറഞ്ഞു. അജ്മൽക്കട വാപ്പയും അമ്മയും വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോഴെനിക്കൊരു സമാധാനമായി. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ അജ്മലിക്കടയിൽ കൊടുത്തു. അതാണോ അതോ അവരുടെ വീട്ടിൽ ചെന്ന സമയത്താണെന്ന് തോന്നുന്നു എന്നോട് പറഞ്ഞു, ഞാൻ കണ്ടായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഓക്കെ, അത് മതി എനിക്ക്. കാരണം എത്ര എനിക്ക് വ്യൂസ് ഒന്നും വേണ്ട, എനിക്ക് അത് മാത്രം കിട്ടിയാൽ മതി. വലിയ പൊസിഷനിൽ നിൽക്കുന്ന ആളുടെ ഒരു അപ്രീസിയേഷൻ കിട്ടിയപ്പോൾ അതെ, അത് തന്നെ നമുക്ക് വലിയൊരു കാര്യമായി. നമ്മൾ വിചാരിക്കുന്ന ഒരാളും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മളൊരിക്കലും അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ ഒരു ഇത് വർക്ക് കണ്ടത് തന്നെ വലിയൊരു ഭാഗ്യം. അങ്ങനെ നമ്മൾ കണക്കാക്കുന്നത് അവരുടെ ഒരു റിവ്യൂയും കൂടെ നമ്മൾ കേൾക്കുന്നു പറഞ്ഞാൽ അത് ഭയങ്കര ഒരു കാര്യമാണ്, വലിയൊരു അച്ചീവ്മെൻറ്റാണ്. അത് എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞില്ല 3000-4000 വ്യൂസും കണ്ടതിനുള്ളൂ. പക്ഷെ അതിൽ എത്രയോ വലുതാണ് ആ ഒരു അപ്രീസിയേഷൻ. അത് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. അതുപോലെ തന്നെ എനിക്കൊരു ഇതുള്ള കാര്യമാണ്, ലൈക്ക് ഇപ്പോഴത്തെ ജനറേഷൻ സീരീസിലാണല്ലോ ഫുള്ള്. അപ്പം എനിക്ക് പേഴ്സണലി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന സീരീസാണ് ബ്രേക്കിംഗ് ബാഡ്. ലൈക്ക് മെത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പം അങ്ങനെ ഒരു സീരീസ് ചേട്ടായിക്ക് മലയാളത്തിൽ ചെയ്യാൻ തോന്നിയ കാസ്റ്റിങ്ങിലോട്ട് ആരെ വിളിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പം അത്രയും വലിയ കാസ്റ്റ് ചെയ്യാനുള്ള ആളെ കാസ്റ്റ് ചെയ്യാനുള്ളതൊന്നും എനിക്കിപ്പോൾ ആയിട്ടില്ല. ഞാൻ എന്നാലും ഇപ്പം അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ
അല്ല ബ്രോയ്ക്ക് ഇപ്പൊ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആരെ കാസ്റ്റ് ചെയ്യുന്നുള്ളത് നമ്മുടെ ഗണപതി പിന്നെ നമ്മുടെ ഈ കഴിഞ്ഞ ഇറങ്ങിയില്ല നമ്മുടെ സന്ദീപ് പിന്നെ നസ്ലിൻ അതിനകത്ത് പറ്റത്തില്ല ആ റോള് പുള്ളി അങ്ങനെ തന്നെ നിൽക്കുന്നതായിരിക്കുന്നല്ലേ അടിപൊളി ചോക്ലേറ്റ് ബോയ് ആ ഒരു റേഞ്ച് നിൽക്കുന്നതായിരിക്കുന്നല്ലേ പിന്നെ നമ്മുടെ വൈശാഖ് നായരല്ലേ നമ്മുടെ ഓഫീസേഴ്സ് ഉണ്ട് പുള്ളിയുടെ പിന്നെ റംസാൻ അടിപൊളിയാണ്. അങ്ങനെ കുറച്ചൊരു യങ്സ്റ്റേഴ്സ് പരിപാടി. പിന്നെ ഇത് കുറച്ച് നാൾ ഞാനൊരു കാര്യം ഇപ്പം എൻ്റെ മനസ്സിൽ വന്നാൽ അപ്പം ഇടയ്ക്ക് ഈ ലൂസിഫർ ആദ്യം ഇറങ്ങിയ ലൂസിഫർ 2 എമ്പുരാൻ ആദ്യം ഇറങ്ങിയ അല്ല എമ്പുരാൻ ഇറങ്ങിയല്ലോ കഴിഞ്ഞ എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് അത് കഴിഞ്ഞാണല്ലോ തുടരും ഇറങ്ങിയത്. അപ്പം പലരും ആദ്യം പറഞ്ഞു എല്ലാവരും മോഹൻലാലിൻ്റെ കമ്പാക്കാ എമ്പുരാൻ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അതിനേക്കാളൊരു മികച്ച പടം രണ്ടൊരു ടൈപ്പ് പടമല്ലേ. ഒന്നൊരു ഫാമിലി അങ്ങനെയല്ല, രണ്ട് ടൈപ്പ് പടങ്ങളാണ്. ഒന്ന് പറയുമ്പോൾ ഒരു ഡോൺ ഒരു ഗാങ്സ്റ്റർ തീം ഒരു പടം എന്ന് പറയുന്ന ഒരു ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോകുന്ന ഒരാളുടെ ഒരു കേസാണ്. അപ്പം അതിലൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ തോന്നുന്നു അങ്ങനെ പോകുന്നൊരു പടം. അത് ത്രില്ലിംഗ് ടൈപ്പ് മൂവി രണ്ടെണ്ണം. അപ്പം ഇത് ഞാൻ ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെയാണ് ഭയങ്കര വൈറലായ കാര്യങ്ങളാണ്. മോഹൻലാൽ ലൂസിഫറിനേക്കാളും ലൂസിഫർ അല്ല എമ്പുരാൻ അല്ല മോഹൻലാലിൻ്റെ കമ്പാക്ക് തുടരുവാണ്. സത്യം പറഞ്ഞാൽ അത് എനിക്ക് ഒരു യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ. കാരണം വെച്ചാൽ ഈ കമ്പാക്ക് ഇങ്ങനെ പറയാണ്ട് നമ്മൾ കുറേ ഇൻ്റർവ്യൂസിനകത്തൊക്കെ ഓൾറെഡി കാണുന്നുണ്ട്. ഈ ലാലേട്ടൻ എവിടെയും പോയിട്ടില്ല. അതെ, കമ്പാക്ക് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഉണ്ട് പുള്ളി. അതായത് അത് ഓരോ ഡയറക്ടേഴ്സിൻ്റെയും പിന്നെ ഓരോ സ്റ്റോറി ബേസിൻ്റെയും ഒക്കെ ഇതാണ് പടം ഹിറ്റാവണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. പിന്നെ അതിൽ ഏറ്റവും ഉപരി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർ അതെങ്ങനെ എടുക്കുന്നു എന്നുള്ളതിലാണ്. പലരും പല രീതിയിലായിരിക്കും എടുക്കുന്നത്. ഇപ്പം ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. പക്ഷെ ഇതിനകത്ത് ആൾക്കാർ ചിന്തിക്കുന്നത് രണ്ട് സിനിമയും രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിനിമയാണ്. ഒന്നൊരു ഫാമിലി രണ്ടും ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്. പക്ഷേ ഗാങ്സ്റ്റർ എല്ലാവരും പറയും മോഹൻലാലിന് വലിയ റോളില്ല. അത് പുള്ളിക്ക് കിട്ടിയ റോളല്ലേ പുള്ളിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഗാങ്സ്റ്റർ എപ്പോഴും ഇങ്ങനെ സംസാരിച്ച് നടക്കുന്ന ടീമല്ല എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമ്മളെല്ലാം കാഴ്ചപ്പാടും പുള്ളി ഒരു സൈലൻ്റ് ആണ്. അല്ല അതിൽ വെറും ഗാങ്സ്റ്റർ നല്ലല്ലോ പറയും. അതെ, ഒരു ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു പവറാണല്ലോ പുള്ളിക്ക്. അപ്പം ആ ലെവലിൽ നിൽക്കുന്നതല്ലേ. പിന്നെ അപ്പം അതിനകത്ത് സ്ക്രീൻ പ്രസൻസ് കുറവായിരിക്കും. കാരണം എപ്പോഴും ഫുൾ മോഹൻലാൽ എന്നാൽ എപ്പോഴും ഒരു പ്രസൻസ് അവരുടെ ഒരു പ്രസൻസ് അവിടെ കാണും. അതുപോലെ തന്നെ ഒരു വേറൊരു സൈഡും കൂടെ ഉണ്ട്. അതാണ് മറ്റേ ആദ്യത്തെ ഒരു ഇത് പറയുന്നുണ്ടല്ലോ, രണ്ട് വേറെ കാര്യം പറയുന്നില്ലേ. ഒന്ന് ഗോഡ്സേക്ക് എന്ന് പറയുന്നൊരു ആൾക്കാരുടെ കാര്യം പറയുന്നുണ്ട്. അത് ശരിക്കും ഇവരുടെ പ്രസൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നുണ്ട്. അതിൽ അങ്ങനെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഖുറൈഷ് ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളുണ്ടെന്നും പറയുന്നുണ്ട്. അതിൽ തന്നെ പറയുന്ന പോലെ അങ്ങനെ ഒരാളെ ആരും കണ്ടിട്ടില്ല. പക്ഷെ എല്ലായിടത്തും അയാളുടെ ഒരു പ്രസൻസ് ഉണ്ട് തന്നെ. ലൈക്ക് ഇലൂമിനാറ്റി എന്ന് പറയുന്ന ഒരു എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ഇലൂമിനാറ്റിയോടൊന്നും അല്ല. ഇപ്പം രണ്ട് സിനിമയെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം തുടരും മോഹൻലാലിൻ്റെ കമ്പാക്ക് അല്ലെങ്കിൽ തുടരത്തിനകത്ത് അങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പം പിന്നെ അതുപോലെ ചേട്ടൻ ഞാൻ പറഞ്ഞില്ലേ ബറോസ് എന്ന് പറഞ്ഞ സിനിമ, ബറോസ് എന്ന് പറയുമ്പം പലർക്കും പല പടങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല. അത് നമ്മുടെ ഒരു കാഴ്ചപ്പാടായിരിക്കാം. പക്ഷെ എൻ്റെ ഒരു നിഗമനം വെച്ച് അങ്ങനത്തെ പടങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങണം. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബറോസ് ഇപ്പം മലയാളത്തിൽ ഇറങ്ങിയോണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. അതൊരു വേറൊരു ഹോളിവുഡ് ലെവലിൽ പിടിക്കും. ബോളിവുഡിലോട്ട് ബോളിവുഡ് ഇറക്കിയിട്ട് അല്ലെങ്കിൽ ഹോളിവുഡിൽ പോയിട്ട് എൻ്റയർലി ഈ കാസ്റ്റ് ഒന്ന് ലാലേട്ടനെ മാറ്റി ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കും, പടം ഹിറ്റാവും. ഇപ്പം മലയാളത്തിൽ ഇറക്കി അങ്ങനെ പോകാൻ കാരണം ലാലേട്ടനെ എല്ലാവർക്കും ഒരു രീതിയിൽ തന്നെ കാണണം എന്നുള്ളൊരു ഉള്ളിലൊരു ആഗ്രഹം. അത് നമ്മുടെ ഒരു വാശിയാണ്. അങ്ങനെ വരണമെന്നില്ലല്ലോ, സിനിമയാണ്. അതെപ്പോഴും അങ്ങനെ പറ്റണമെന്നില്ലല്ലോ. അതെ, എനിക്ക് പുള്ളിക്കാരൻ ഇത്തരം പ്രായമായിട്ട് പുള്ളിക്കാരനാണെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സും റോൾസും പ്രേക്ഷകരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കാണിക്കാൻ താല്പര്യമില്ല. എനിക്ക് അങ്ങനെ പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷേ ഈ ബറോസ് ലാലേട്ടൻ്റെ ഫാനാണ്. അല്ല, ലാലേട്ടൻ്റെ ഫാനായിട്ട് മാത്രമല്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം അല്ലെങ്കിൽ നമുക്ക് വെച്ച് നോക്കുവാണെങ്കിൽ പിന്നെ പൃഥ്വിരാജ് അങ്ങനെ ഒരാളാണ്. പൃഥ്വിരാജ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അങ്ങനെ ഒരാളാണ്.
ഈ ബേഴ്സ് എന്ന് പറയുമ്പോൾ ഈ നമുക്ക് ഒന്ന് നമ്മുടെ ചെറിയ ചെറിയ പിള്ളേർക്ക് ഇപ്പം നമ്മൾ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞാലേ ഒരു ഓഗിയും കോക്രോച്ചും അങ്ങനെയൊക്കെ കാണുന്നൊക്കെ ഇപ്പം നമ്മളൊക്കെ കണ്ടുവരുമ്പോൾ ഡോറ ബുജിയും അങ്ങനത്തെ പക്ഷെ പറ്റും ഇന്ന് നമ്മളെ വളർന്നു വരുന്ന പിള്ളേരുണ്ടല്ലോ, അവര് അല്ല കാർട്ടൂൺസ് കാണുന്ന പിള്ളേരുണ്ടായിരിക്കും, അവർക്ക് ചിലപ്പോൾ ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ആദ്യം പറഞ്ഞിട്ടുണ്ട് പിള്ളേർക്ക് വേണ്ടിയുള്ള പിള്ളേർക്ക് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ പടങ്ങൾ ഇറക്കണം എന്ന് എൻ്റെ അഭിപ്രായം. പിന്നെ അത് വെച്ചിട്ട് ട്രോൾ ചെയ്യേണ്ട കാര്യം അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ മലയാളത്തിൽ ഉള്ളവർക്കല്ല ഇത്, മറിച്ച് ഇതൊരു ഹോളിവുഡ് സിനിമയാണ്, നമുക്ക് ഇതെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? പിന്നെ ഇപ്പം ആ വെള്ളത്തിന് മേളിൽ കൂടെ നടക്കുന്നു, എത്ര പടത്തിൽ എന്തൊക്കെ ചെയ്തേക്കുന്നു, പറക്കുന്നവരെ ഉണ്ട്, അതിന് കുഴപ്പമില്ലല്ലോ. ആ നമ്മുടെ ഹീറോ സിനിമയ്ക്കകത്ത് എന്നെ പറ്റി റിലേറ്റ് പൃഥ്വിരാജ് ഇപ്പോൾ മറ്റേ ബൈക്കിൽ നിന്ന് വേണ്ടി ചാടി വരുന്നത്, അത് പിന്നെ അതിനകത്ത് അങ്ങനെ ആകിപ്പോൾ ബുക്ക് എടുത്തോണ്ടിരുന്നല്ലേ ചാർജ്. അതുപോലെ ഇപ്പം നമ്മുടെ പഴയ പഴയ പടങ്ങൾ റിലീസ് ചെയ്യുന്നു. അതെ അതെ, ഇപ്പം നമ്മുടെ ഉദയാന താരം വരുന്നുണ്ട്. അതെ, ഇപ്പം നമ്മുടെ ഛോട്ടാ മുമ്പ് റിലീസാക്കി. പിന്നെ ദൂരദർശൻ അല്ലേ, ദൂരദർശൻ അയ്യോ ദേവദൂതനോ, ദേവദൂതൻ വലിയേട്ടൻ, അങ്ങനെ നമ്മുടെ പഴയ അടിപൊളി പടങ്ങൾ ഒന്നിച്ച് മെർജ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ ഉണ്ട്. ഇന്ന് ക്രോമാറ്റിൽ ആണോ? ഇന്നല്ല, അത് അതിന്റെ അപ്ഡേറ്റ് കുറെ നാൾ മുമ്പ് വന്നതാ. എപ്പിക് എന്ന് പറഞ്ഞ 5 മണിക്കൂർ അതൊക്കെ കാണും. തിയേറ്ററിൽ തന്നെ ഹിഡിന്നറും ഇതെല്ലാം വേണ്ടി വരും മിക്കവാറും. അതെ, അതെ. എനിക്കൊന്ന് ഇപ്പം കറന്റ് എനിക്കൊന്ന് യങ്സ്റ്റേഴ്സിനകത്ത് ഏറ്റവും എനിക്കിപ്പം ഇപ്പം നമുക്ക് സന്ദീപ് ചേട്ടൻ പറഞ്ഞാലേ അത്യാവശ്യം ആള് അത്യാവശ്യം നല്ല ആക്ടിങ്ങും. എനിക്ക് പടക്കളത്തിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട് പുള്ളിക്കാരൻ്റെയും സുരാജിൻ്റെയും പുള്ളിയുടെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട്. സുരാജ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചായിരുന്നു നമ്മുടെ പഴയ ഒരു, പിന്നെ തിരിച്ച് അവിടെ വന്നേ മറ്റേ ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, നിനക്ക് കൂടുതൽ വശമുണ്ടല്ലോ പട്ടി. പിന്നെ സന്ദീപിനാണ് ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പം പുള്ളിക്കാൻ ആ ഒരു അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ആള് മൊത്തത്തിൽ മാറി, ട്രാൻസിഷൻ ഇല്ല, ഒരു ക്യാരക്ടർ മാറി. ഒരു പേടിയില്ലാത്ത ആൾ പെട്ടെന്ന് ഒരു ധൈര്യമായി വെക്കുന്ന രീതിയിൽ ആ ഒരു രീതിക്കൊക്കെയാണ് സത്യം പറഞ്ഞത്. പക്ഷെ ഈ സന്ദീപ് എന്ന് പറഞ്ഞ ആളുടെ ഫസ്റ്റ് ഫിലിം ഏതാണെന്നറിയോ? 18-ാം പടി. ഞാൻ കണ്ടിട്ടുണ്ട്. 18-ാം പടിക്കകത്ത് അവരുടെ ഗ്യാങ്ങിൻ്റെ കൂടെ ഉള്ള ആളാണ് സന്ദീപ്. അന്ന് പക്ഷെ പുള്ളി ആരങ്ങനെ മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പം എല്ലാവരും അങ്ങനെയാണല്ലോ. പിന്നെ നമ്മൾ വലിയൊരു സംഭവമായിട്ട് വരുമ്പോഴും കുറേ പേര് ബുക്ക് എടുത്തോണ്ട് വരാൻ കാണും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഫെയിമിലോട്ട് എത്തിക്കഴിയുമ്പോഴായിരിക്കും ശ്രദ്ധിക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും നെഗറ്റിവിറ്റി കൂടുന്നതും സ്പ്രെഡ് ആവാൻ ചാൻസ് ഉള്ളത്. അങ്ങനെയാണല്ലോ. എനിക്ക് പിന്നെ ഇഷ്ടം എന്ന് പറയുന്നത് മാത്യു ഇല്ലേ, മാത്യു എനിക്ക് അത്യാവശ്യം താല്പര്യമുള്ള. മാത്യുവിനെ ഞാൻ പറയാം, പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡയറക്ടേഴ്സിൻ്റെയും പിന്നെ അതൊരു സ്റ്റോറിയുടെ ഒക്കെ കാര്യം അതുപോലെ ഇരിക്കും ഒരു പടം ഹിറ്റാകുന്നത്. ഇപ്പം ലാലേട്ടനെ തന്നെ വെച്ചിട്ട് കുറേ പടം നേരത്തെ കുറേ പിന്നെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്, അങ്ങനെ പോയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം, ഒരു പ്രിയദർശൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ പണ്ട് വല്ല നല്ല രീതിയിൽ പോയിട്ട് പുള്ളിയെ മരക്കാറിയത്. ശരിക്കും പറഞ്ഞാൽ പ്രിയദർശനെ പോലെ ഒരു ഡയറക്ടർ ചെയ്യാൻ പറ്റിയൊരു പടം അല്ലല്ല. എന്നിട്ടും ട്രൈ ചെയ്തു. പക്ഷെ അതിനകത്തുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്തെ ഒരു ക്യാരക്ടർ ഡെലിവറി ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രിയദർശൻ എന്നുള്ള സംവിധായകൻ പണ്ട് പുരാണകാലം എടുത്തിട്ടില്ല. മറിച്ച് ഹരിഹരൻ എന്ന് പറഞ്ഞ ഒരാൾ ആ ഒരു സാധനം എടുത്തിട്ടുണ്ട്, പഴശ്ശിരാജ. അങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് പുള്ളിക്കുണ്ട്. പക്ഷേ പ്രിയദർശൻ എന്ന് പറഞ്ഞ ഒരാൾ ആ ഒരു സംഭവം എടുത്തില്ല. അപ്പോൾ ഇതിലൊരു കാലഘട്ടത്തിൽ വ്യത്യാസം വരും, നമ്മുടെ ഒരു ഡയലോഗ്സിലും വരെ ആ ഒരു വ്യത്യാസം കാര്യങ്ങളും ഉണ്ടല്ലോ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ തന്നെ. അപ്പം അങ്ങനൊരു ഇതാണ് എനിക്ക് തോന്നുന്നത്. അതിൽ എൻ്റെ ഒരു പേഴ്സണലായിട്ടൊരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞേ, അതായത് അങ്ങനെ മറ്റേ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്നില്ലേ എളാപ്പ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒടിയൻ ശരിക്കും പറഞ്ഞാൽ അടിപൊളി കോൺസെപ്റ്റ്. അതൊരു ഫാൻറ്റസി ആയിട്ട് ചെയ്യുകയാണെങ്കിലും നമ്മൾ അതിലും നന്നായിട്ട് ചെയ്യാമായിരുന്നു. ട്രാൻസിഷൻ ആണെങ്കിലും പുള്ളിയുടെ എഫേർട്ടും അതുപോലെ. അപ്പോൾ ആ ഒറ്റപ്പടത്തിന് വേണ്ടിയുള്ള എഫേർട്ടല്ലേ പുള്ളിയുടെ സകലമായ ഇതും പോയത്, എൻ്റെ മുഖത്തെ ഒരു ഇത് പോയത്. അങ്ങനെ അപ്പം എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ക്യാരക്ടേഴ്സിനെ യൂസ് ചെയ്യണം കറക്റ്റായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പിന്നെ ഈ പുതിയതായിട്ട് വന്ന ന്യൂ കമർ ഡയറക്ടർമാർക്കൊക്കെ ഒരു പേടി കാണും ഇവരെ കൊണ്ട് ഒന്ന്
ടേക്ക് എടുത്ത് ഓക്കെ ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ രണ്ടാമത് ഇന്ന് പിന്നെ എങ്ങനെ പറയും എന്നുള്ളൊരു മടിയുള്ളവരായിരിക്കും അതിൽ പകുതി. പക്ഷേ ഇങ്ങനെ നമ്മുടെ തരുൺ മൂർത്തി എന്ന് പറഞ്ഞ ഡയറക്ടേഴ്സിനെ പോലുള്ളവരും ഉണ്ട്. അങ്ങനെ തന്നെ വേണം. അതാണ് അതൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്കാരൻ്റെ പടത്തിൽ അത് കാണാനും ഉണ്ട് നമുക്ക്. അതിൽ ഇൻ്റർവ്യൂവിനകത്ത് പുള്ളി പറഞ്ഞിട്ടുണ്ട് അത് എന്നാ ഇപ്പം ഏതോ ഒരു സീൻ എടുക്കണം, അങ്ങനെ എടുക്കണം. ഓൾറെഡി തോള് ചെരിഞ്ഞ് തന്നെയല്ലേ ഇരിക്കുന്നത് ആരുടെ ചോദിച്ച ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. അതിനകത്തും പുള്ളിക്കാരൻ നേരിട്ട് എന്ന് പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ പ്രൊഡ്യൂസറിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടാണ് എന്തോ ഒരു സജഷൻ ഉണ്ടെന്ന് പറഞ്ഞ് പറയിപ്പിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. അതുകൊണ്ടാണ് പകുതിയും ഇത് ഫ്ലോപ്പായി പോകുന്നത്. പിന്നെ ചേട്ടാ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മുടെ മനുഷ്യരുടെ ഇപ്പം മെൻറ്റാലിറ്റി ആണോ അറിയത്തില്ല. ഇപ്പം മോഹൻലാൽ ഇപ്പം പറഞ്ഞ പോലെ മുണ്ട് മടക്കി കുത്തി മീശ വിരിച്ച് ആ ഒരു കോൺസെപ്റ്റാണ്. ഇപ്പം ബാഹുബലി പോലത്തെ ഒരു പടങ്ങൾ ഇപ്പം നമ്മുടെ മോഹൻലാൽ ഇപ്പം മീൻസ് മലയക്കോട്ട് വാലിബൻ പിന്നെ ഏതാ ഇഷ്ടംപോലെ മരക്കാറ്, അങ്ങനെ കുറേ പടങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് കൂടെ മോഹൻലാൽ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ. പക്ഷെ ഇതെല്ലാം പൊട്ടുമായിരുന്നു, ഹിറ്റാവുമല്ലായിരുന്നു. പൊട്ടിന്ന് പറയാൻ പറ്റത്തില്ല, ഉൾക്കൊള്ളാൻ നമ്മുടെ മൈൻഡ് സെറ്റ് സത്യം പറഞ്ഞാൽ അങ്ങനെ. പക്ഷെ പുള്ളിക്കാരൻ നമ്മളെപ്പോഴും പറഞ്ഞല്ലോ മുണ്ട് മടക്കി കുത്തി മീശയും വിരിച്ച് നടക്കുന്നതുകൊണ്ടായിരിക്കും. സത്യം പറഞ്ഞാൽ ഓടിയതിനകത്തൊക്കെ ഉള്ള ഡയലോഗ് ഇല്ല, മറ്റേ ഇച്ചിരി കഞ്ഞി എടുക്കാൻ കാണിക്കാൻ സംഭവമൊക്കെ. ശരിക്കും പറഞ്ഞാൽ സ്പോട്ട് അത് ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു ഇതിൽ ആ സ്പോട്ടിലല്ല ഡയലോഗ് പറയുന്നത്. അവരുടെ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്, മനസ്സിലായോ? അവിടെ എൻഗേജിങ് ആയിട്ടൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. ആ ഒരു ഗ്യാപ്പിന് ശേഷമാണ് എന്നാൽ കുറച്ച് കഞ്ഞി എടുക്കട്ടെ കാണിക്കാമെന്ന് ചോദിക്കുന്നത്. കാരണം ആ ഒരു ഫിലിമിൽ അങ്ങനെ ഒരു ക്യാരക്ടർ അവിടുത്തെ സെർവൻ്റ് ആണെന്ന് ഓൾറെഡി നമുക്ക് ആദ്യം തൊട്ടേ അറിയാം. അപ്പം അങ്ങനെ ഒരാൾക്ക് കഞ്ഞി വേണമെന്ന് ചോദിക്കുന്ന അത്ര വലിയ തെറ്റൊന്നുമില്ല. അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓരോ ആൾക്കാരെ എടുക്കുന്നതിൻ്റെ ഇതാണ്. ഒരാൾ പറഞ്ഞ് അത്യാവശ്യം അറിയാവുന്ന ഒരാൾ പറഞ്ഞ് മറ്റേയാൾക്ക് പറഞ്ഞു കൊടുത്ത്, അപ്പോൾ അയാൾക്ക് എന്നാൽ ഇതാ ശരി, അയാൾ അക്സെപ്റ്റ് ചെയ്തു, അങ്ങനെ പോകുന്നതായിരിക്കാം. നമ്മുടെ ഈ സെഷൻ അതായത് പോഡ്കാസ്റ്റിൻ്റെ ഈ സെഷൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ഗസ്റ്റായിട്ട് വന്ന അഭിജിത്ത് സാഗർ ഏട്ടനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇത്ര സപ്പോർട്ടീവായിട്ട് തന്ന ബേസിൽ യൂണിവേഴ്സിൽ കയറി കണ്ടില്ല. അപ്പം ഇത്രയും എന്താ പറയുക, ഇത്രയും ടൈം ഞങ്ങളോട് സ്പെൻഡ് ചെയ്ത് ചേട്ടൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് ഞങ്ങളെ എന്താ പറയുക ഇനി പോഡ്കാസ്റ്റ് എടുക്കാനും അതുപോലെ തന്നെ എന്താ പറയുക എല്ലാത്തിലും സപ്പോർട്ട് ചെയ്തതിലും നന്നായിട്ട് വരട്ടെ. അടിപൊളിയാവട്ടെ. താങ്ക് യു. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ മൈക്ക് സ്പോൺസർ ചെയ്ത് ക്യാമറ സ്കാനും ക്യാമറയും ഒക്കെ ട്രൈപോഡും ലൈറ്റും എല്ലാം നമുക്ക് സ്പോൺസർ ചെയ്ത വാകത്താനം റെൻ്റൽ ക്യാമറയോടും ഒരുപാട് നന്ദി നമ്മൾ പറയുന്നു. പിന്നെ ചേട്ടൻ വന്നപ്പം നമ്മളൊരു ബിഗിനറാണ്, അപ്പം നമുക്ക് ക്യാമറ ആംഗിളൊന്നും ഇങ്ങനെ അറിയില്ല. അപ്പോൾ ചേട്ടൻ വന്നപ്പം ചേട്ടൻ്റെ ഒരു പോഡ്കാസ്റ്റ് എന്നുള്ള നിലയിൽ ചേട്ടൻ വന്ന് നമുക്ക് ക്യാമറ ആംഗിളും സെറ്റിങ്സും എല്ലാം ചേട്ടൻ ചെയ്ത് അതിന് ചേട്ടൻ ഒരുപാട് നന്ദി. ഒന്നും വന്നെങ്കിൽ ഞങ്ങൾ ചേട്ടനോട് കാണും ഉറപ്പായിട്ടും. താങ്ക് യു. ഓക്കെ, അപ്പം ഗൈസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ മറക്കാതെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, ഞങ്ങളുടെ 4 പേരെയും പേഴ്സണൽ ഇൻസ്റ്റാഗ്രാമും വാട്സപ്പ് ഓണേ ബൈക്കും ഫോളോ ചെയ്യണം. പിന്നെ ഇൻസ്റ്റാഗ്രാം ആരോടും പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും ഫോളോ ചെയ്തേക്കണം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഓക്കെ.